ടോണി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന നിരീശ്വരവാദി ക്രിസ്ത്യാനിത്വത്തിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക് പോയ ആളും നമ്മുടെ പാസ്റ്റർ അനിൽ കൊടുത്തോട്ടും തമ്മിലുള്ള ഒരു വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രപഞ്ച ഉൽപ്പത്തിയോ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു എസീൻസിന്റെ ഒരു ഡിബേറ്റാണ്. അതിൽ ടോണി സെബാസ്റ്റ്യൻ പറയുന്ന പല കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി നമ്മുടെ ദൈവദാസൻ അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ കൊടുക്കാൻ ദൈവത്തിന് കൃപയ ഭാഗ്യം നൽകി. ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ എന്തുകൊണ്ടത് വരുന്നതെന്ന് ചോദിച്ചാൽ, സൃഷ്ടിവാദത്തെ സംബന്ധിച്ച അനേക സംശയങ്ങൾ ഇന്നും ക്രൈസ്തവരുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് ഈ ബൈബിളും ശാസ്ത്രവും ഒക്കെ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ നിലയിലൊരു സംശയവും ആശങ്കകളുമുണ്ട്, മറുപടിയില്ലാത്ത പല ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ടോണി സെബാസ്റ്റ്യൻ വേദപുസ്തകത്തിന് വിരുദ്ധമായിട്ട് പരിഹസിച്ച് സംസാരിച്ച അദ്ദേഹത്തിൻ്റെ ഒരു ടോക്കിന്റെ ചില ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ശേഷം, ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു സഹോദരനാണ്. ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു അനുഗ്രഹീതനായ ദൈവദാസൻ. അപ്പോൾ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാനല്ല കേട്ടോ. ടോണി സെബാസ്റ്റ്യൻ സുവിശേഷത്തിനെതിരായിട്ട് ബൈബിളിന് വിരോധമായിട്ട് സംസാരിച്ച അദ്ദേഹത്തിൻ്റെ വാക്കുകളെ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ കൃത്യമായ നിലയിൽ ഒരു മറുപടി തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. നിശ്ചയമായിട്ട് നിങ്ങളിത് കേൾക്കണം. കാരണം ഇത് ക്രിസ്തീയ സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ദയവായിട്ട് നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് നമ്മുടെ യങ്ങർ ജനറേഷന്, ക്രിസ്തീയ വിശ്വാസത്തിന് അത്യാവശ്യമുള്ളൊരു മറുപടിയാണ് എനിക്ക് ടോണി സെബാസ്റ്റ്യന് കൊടുക്കാനുള്ളത്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത്, ഞാൻ ടോണി സെബാസ്റ്റ്യനോടോ അനിൽ കൊടുത്തോട്ടം പാസ്റ്ററിനോടോ ഒക്കെ അദ്ദേഹത്തെ പോലൊന്നും ഡിബേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ഒരാളല്ല. പക്ഷെ ഞാനൊരു ക്രിസ്ത്യൻ ബിലീവറാണ്. ഐ എ ബൈബിൾ സ്റ്റുഡൻ്റ് ആണ്. ഐ എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു അനുഗാമിയാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്ന വേദപുസ്തകത്തിന് വിരുദ്ധമായിട്ട് ഒരാൾ സംസാരിച്ചാൽ അതിന് മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, രക്തത്താൽ ജയം എന്ന് പറഞ്ഞാലൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് മാന്യമായ നിലയിലൊരു എക്സ്പ്ലനേഷൻ, മറുപടി ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എക്സ്പ്ലനേഷൻ. കാരണം എൻ്റെ ഫെയ്ത്തിൻ്റെ റിയാലിറ്റി എന്നുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കണം. സോ അതിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കും. ദയവായിട്ട് ഇത് നിങ്ങൾ കേൾക്കുക. ടോണി സെബാസ്റ്റ്യൻ പറയുന്ന ആക്ഷേപങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി ദൈവവചനത്തിൽ നിന്ന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ദയവായിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. സീവീഡ്, ചെങ്കിസ് ഖാൻ, 8000 കിലോമീറ്റർ, അജിനോമോട്ടോ, ബലൂണ്, ഇമ്മാനുവൽ കാന്റ്, മൈത്രേയൻ, ജീവനുള്ള വെള്ളം, സെമൻ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിഷയാവതരണത്തിലൂടെ പ്രധാനമായിട്ടും പറഞ്ഞായിട്ട് ഞാനിവിടെ കേട്ടത്. നമ്മുടെ വിഷയാവതരണം ഇത് ദൈവരാജ്യത്തിൻ്റെ ഒരു പൗരനെതിരെയുള്ള ആക്ഷേപമാണ്. അതിന് ഞാനിപ്പോൾ മറുപടി കൊടുക്കുന്നില്ല. അതിന് കൃത്യമായ നിലയിൽ അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. അത് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പുള്ളിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ എനിക്ക് ലഭ്യമായ ഒരു വെളിച്ചമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ സൃഷ്ടിവാദത്തിനെതിരല്ല. പക്ഷെ ഞാൻ 7000 വർഷത്തിന് മുമ്പ് ഭൂമി സൃഷ്ടിക്കപ്പെട്ടെന്നും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടെന്നും കളിമണ്ണ് ഇങ്ങനെ കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി എന്നുള്ള നമ്മുടെ പെന്തക്കോസ്ത്, കരിസ്മാറ്റിക്, കാത്തലിക്, ഇന്നത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വിശ്വാസത്തോട് അനുകൂലിക്കുന്നില്ല. കാരണം ഞാൻ സൃഷ്ടിയെ വിശ്വസിക്കുന്നു. ദൈവം സകലത്തെ സൃഷ്ടിച്ചെന്നും പ്രപഞ്ചത്തെ ഉണ്ടാക്കിയെന്നും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ശാസ്ത്രം എന്ന് പറയുന്നത് എനിക്ക് വിഷയമല്ല. കാരണം ശാസ്ത്രത്തെ നമസ്കരിക്കേണ്ട ആളുകളല്ല നമ്മൾ. ശാസ്ത്രം ഉണ്ടാക്കി വെച്ചേക്കുന്ന വിഗ്രഹത്തെ നമസ്കരിക്കേണ്ട ഉത്തരവാദിത്വം ഒരു ക്രിസ്ത്യാനിക്കുമില്ല. പിന്നെ ശാസ്ത്രം വല്ലതും പൊക്കിക്കൊണ്ട് വന്നാൽ ഉടനെ അത് ക്രിസ്തീയ വിശ്വാസത്തിന് വിരുദ്ധമാണെന്നും ബൈബിളിന് വിരുദ്ധമാണെന്നും ആരും വിശ്വസിക്കരുത്. ഞാനീ പറഞ്ഞ് ശ്രദ്ധിക്കണം. ശാസ്ത്രം കൊണ്ടുവരുന്നത് ബൈബിളിന് വിരുദ്ധമാണെന്ന് ദയവായിട്ട് നിങ്ങൾ ഭയപ്പെടരുത്. ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ ദൈവനിശ്വാസ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് ശാസ്ത്രം ഇനി എന്തോന്ന് കൊണ്ടുവന്നാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ ശാസ്ത്രം അങ്ങനെ പറയുന്നു, ബൈബിൾ വിരുദ്ധമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. അതിനൊരു കൃത്യ മറുപടിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ദയവായിട്ട് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളോട് ശ്രദ്ധിച്ച ശേഷം ഞാൻ ഓരോന്നായിട്ട് മറുപടി പറയാം. സംവാദത്തിന്റെ വിഷയം എന്ന് പറയുന്നത് പ്രപഞ്ചോൽപത്തി ശാസ്ത്രമോ സയൻസോ എന്നുള്ളതാണ്. ബൈബിളോ സയൻസോ എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വിഷയാവതരണത്തിൽ വളരെ കൃത്യമായിട്ട് സയൻസ് എന്താണ് പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ വിഷയാവതരണത്തിൽ ഞാൻ ഒരിടത്തും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള ഒരു കാര്യവും പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല.
ഒരുപക്ഷെ ബൈബിൾ എഴുതിയിരിക്കുന്ന ഇത്രയും പരിഹാസ്യമായിരിക്കുന്ന ആ സൃഷ്ടി വരണം നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ള അദ്ദേഹത്തിന്റെ ലജ്ജ മൂലമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ സംവാദത്തിന്റെ നിയമം അറിയാൻ വയ്യാത്ത വ്യക്തിയൊന്നുമല്ല അദ്ദേഹം. സംവാദത്തിന്റെ നിയമം അനുസരിച്ച് അദ്ദേഹത്തിന് കിട്ടിയ അവതരണത്തിൽ അദ്ദേഹം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് എന്ന് പറയേണ്ടതാണ്. ഇനി രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ സയൻസിന് വിരുദ്ധരല്ല. ഇപ്പൊ തന്നെ നമ്മുടെ സംവാദത്തിന്റെ പകുതി ഭാഗം സയൻസ് ഓർ ബൈബിൾ, ആ സയൻസിന്റെ ഭാഗം അദ്ദേഹം എടുത്തു. 50% കഴിഞ്ഞു. സാധാരണ ഒരു സംവാദം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന തുടർ ചർച്ചകളിൽ എവിടെയെങ്കിലും ചില കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യും. എങ്കിലും സംവാദം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സംവാദത്തിന്റെ പകുതി ഭാഗം ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ സംവാദമായിരിക്കും ഇത് എന്ന് ഞാൻ കരുതുന്നു. ഇനി ഇദ്ദേഹം പറഞ്ഞു, ഈ സംവാദം ഉണ്ടാകാനിടയായ ഒരു സാഹചര്യം കൂടി കാണാം. ഇദ്ദേഹം ഒരു പ്രധാന വ്യക്തിയായിരിക്കുന്ന ഒരു സംഘടനയാണ് IBT മീഡിയ. ആ IBT മീഡിയയിലെ മറ്റൊരു പ്രധാന വ്യക്തി ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് ഡെനീഷ് സെബാസ്റ്റ്യൻ. അതിൽ എഴുതിയിരിക്കുന്നതാണ്, പ്രമുഖ പെന്തക്കോസ്ത് ഗ്രൂപ്പിലെ പോളിൽ 79% പേർ 6000 വർഷ സൃഷ്ടിവാദം വിശ്വസിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വിഷയത്തിൽ എസൻസുകാർ ഒരു സംവാദം നടത്താൻ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ അറിയിച്ചു. അതായത് നിങ്ങൾക്ക് എത്രയും കേട്ടതിൽ നിന്ന് നമ്മുടെ ഇടയിലുള്ള വിശ്വാസത്തിൻ്റെയും പ്രഖ്യാപനങ്ങളുടെയും ഒരു ചെറിയ വിശദീകരണം നിങ്ങൾക്ക് ലഭ്യമായി. ഞാൻ ഒന്നുകൂടെ പറയുന്നു, അൽകുർത്തോട്ടം പാസ്റ്റർക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ആക്ഷേപത്തിൽ നിന്നും ഞാൻ 1% പോലും അംഗീകരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് നല്ല അസാധാരണമായ കഴിവും ദൈവകൃപയും ഉള്ള ഒരു ദൈവദാസനാണ്. പുള്ളി ഒരു ബെന്തിക്കോസ് സഹോദരനാണ്. പുള്ളി ഫ്യൂച്ചറിസം വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ എതിരെ ഒന്നും സംസാരിക്കണമെന്ന് ഞാൻ ആരുമല്ല. ഞാൻ അദ്ദേഹത്തിനെതിരെ വന്നതല്ല കേട്ടോ, ദയവായിട്ട്. അദ്ദേഹത്തിനെതിരെ ഒന്നും സംസാരിക്കാൻ ഞാൻ ആരുമല്ല. പിന്നെ ആശയപരമായി ഞങ്ങൾക്ക് തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കർത്താവിൻ്റെ കൃപയിൽ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ്. ഞാനിത് ഒന്നുകൂടെ എക്സ്ക്ലൂസീവായിട്ട് പറയുന്നു. ഇറ്റ് ഇസ് നോട്ട് എഗൻസ്റ്റ് അൽകൊഴുത്തോട്ടം പാസ്റ്റർ, ഇറ്റ്സ് എഗൻസ്റ്റ് ടോണി സെബാസ്റ്റ്യൻ. ഞങ്ങളെ സംബന്ധിച്ചോ, ഞാനെന്ന് പറയാം, ഞാനും അദ്ദേഹത്തെയും കൂടെ ചേർത്ത് നിർത്തി പറയാം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ വിശ്വാസം, സൃഷ്ടിവാദം, ദൈവം, ഇതൊക്കെ നമ്മുടെ ജീവനേക്കാൾ വിലയേറിയതാണ്. അതുകൊണ്ട് ടോണി സെബാസ്റ്റ്യൻ്റെ പരിഹാസത്തിന് മറുപടി കൊടുക്കണം. ഇതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വീഡിയോ ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വരിക എന്നുള്ളതല്ല, ഒരു ആശയത്തെ വ്യക്തമാക്കാൻ. എപ്പോഴും ശ്രദ്ധിച്ചോണം, ഞാനൊരു വീഡിയോയുമായിട്ട് വന്നാൽ ആ വ്യക്തികളെ ആക്ഷേപിക്കാനൊന്നുമല്ല. ഇവൻ ടോണി സെബാസ്റ്റ്യനെ പോലും എനിക്ക് ആക്ഷേപമില്ല. കാരണം ടോണി സെബാസ്റ്റ്യൻ പഠിച്ചത് തെറ്റായിപ്പോയി. ടോണി സെബാസ്റ്റ്യനെ പഠിപ്പിച്ച പാസ്റ്ററോ അച്ഛനോ പാതിരിയോ സൺഡേ സ്കൂൾ സാറോ അബദ്ധം പഠിപ്പിച്ചു, അത്രേ പറ്റത്തുള്ളൂ. അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തത്തില്ല. കാരണം ഏതൊരു വ്യക്തിയും ബൈബിൾ ആദ്യം തുറന്ന് ആദ്യത്തെ ചാപ്റ്റർ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന അറിവേ അദ്ദേഹത്തിനുള്ളൂ. അത് യുക്തി വെച്ച് അദ്ദേഹത്തിന് ചോദ്യം ചോദിക്കാം. അദ്ദേഹം ചോദിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. പക്ഷെ നമ്മുടെ ആളുകൾ ഉരുണ്ടു മറിഞ്ഞ് മറുപടി കൊടുക്കുമ്പോഴാണ് ആളുകൾക്ക് എന്ത് ചെയ്യുന്നത്, ഇതിനോട് സംശയം തോന്നും. കൃത്യമായ മറുപടി കൊടുക്കാന്നേ. ടോണി സെബാസ്റ്റ്യനും എസീൻസിന്റെ ആളുകളോ ഈ രവിചന്ദ്രനോ സൃഷ്ടിവാദത്തിനെതിരെ നിൽക്കുന്ന ആരോ വന്നോ, ഞാൻ ഈ പറയുന്നത് മറുപടി ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് നിങ്ങൾ ഇവരുടെ കൈ കൊടുത്തിട്ട് ഞാൻ ഇപ്പൊ എന്നെ ഡിബേറ്റിന് വിളിച്ച് ഞാൻ വരത്തില്ല കേട്ടോ. എനിക്കങ്ങനെ ഇങ്ങനെ ഒഫീഷ്യലി ഡിബേറ്റ് ചെയ്ത് ജയിക്കുന്ന അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇത്രയും വലിയ സ്കോളറൊന്നുമല്ല. പക്ഷെ ഐ ആം എ ബിലീവർ, എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ ഞാൻ യേശുക്രിസ്തുവിന്റെ ശിഷ്യൻ എന്ന നിലയിൽ, ബൈബിൾ വിശ്വസിക്കുന്ന ആളെന്ന നിലയിൽ, എൻ്റെ വിശ്വാസത്തിനെതിരെ സംസാരിച്ചാൽ, എൻ്റെ സഹോദരങ്ങൾക്കെതിരെ സംസാരിച്ചാൽ എനിക്ക് കൃത്യമായ നിലയിൽ മറുപടി ഉണ്ട്. അതിന് ഏത് വലിയ കൊലകൊമ്പനായാലും ഉണ്ട്. പിന്നെ നിങ്ങൾ പറയുന്ന ഈ സയന്റിഫിക് ടെക്നോളജിയും എന്തുവാ ടെർമിനോളജീസും വൊക്കാബുലറി ഒന്നും എൻ്റെ വായിൽ വരത്തില്ലായിരിക്കും. ഞാൻ സാധാരണ നാട്ടിൻപുറത്തുകാരനാണ്. എനിക്കറിയാവുന്ന ഭാഷയിൽ മറുപടി അറിയാം. അപ്പം നീ പറയുന്നതിനകത്ത് അതിനകത്ത് സ്കോളാസ്റ്റിക് അല്ല, സോറി സർ, മലയാളം മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക്, അതുപോലെ പറഞ്ഞുതരാം. ജസ്റ്റ് അദ്ദേഹം കേൾക്കുക. അദ്ദേഹം ഏതൊരു കോട്ട് എടുത്തിട്ട് പറഞ്ഞു, ഏതൊരു പോൾ നടന്നു, അത് നമ്മുടെ സെബാസ്റ്റ്യൻ ബ്രദറാണ്, ഇട്ടപ്പോൾ 79% അത്ര ആളുകൾ സൃഷ്ടിവാദത്തിൽ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു ഭാഗം കൂടെ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്താട്ടെ. ഒരുപക്ഷെ ബൈബിൾ എഴുതിയിരിക്കുന്ന ഇത്രയും പരിഹാസ്യമായിരിക്കുന്ന ആ സൃഷ്ടി വരണം നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ള അദ്ദേഹത്തിന്റെ ലജ്ജ മൂലമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇല്ല, ബൈബിൾ എഴുതിയേക്കുന്ന പരിഹാസ രൂപത്തിലല്ല. അത് ടോണി സെബാസ്റ്റ്യന് മനസ്സിലാകത്തോണ്ട. ബൈബിൾ എഴുതിയേക്കുന്ന ഒരു പരിഹാസ്യവും ഇല്ല. നിങ്ങൾ പറയുന്ന എല്ലാ സൃഷ്ടിവാദവും കൃത്യമായിട്ട് വിശദീകരണം തരാം. പിന്നെ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കാര്യമായിരിക്കും നിങ്ങൾ കേൾക്കാൻ പോകുന്നതും കൂടെ എനിക്ക് അതിനകത്ത് ഓർമ്മിപ്പിക്കാനുണ്ട്. ബാക്കി കാര്യം, അല്ലെങ്കിൽ സംവാദത്തിന്റെ നിയമം അറിയാൻ വയ്യാത്ത വ്യക്തിയൊന്നുമല്ല അദ്ദേഹം. സംവാദത്തിന്റെ നിയമം അനുസരിച്ച് അദ്ദേഹത്തിന് കിട്ടിയ അവതരണത്തിൽ അദ്ദേഹം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് എന്ന് പറയേണ്ടതാണ്.
ഇനി രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ സയൻസിന് വിരുദ്ധരല്ല. ഇപ്പൊ തന്നെ നമ്മുടെ സംവാദത്തിന്റെ പകുതി ഭാഗം സയൻസ്. സഹോദര, ഈ നിങ്ങളെ ഏതോ ആളുകൾ പഠിപ്പിച്ചു, അത് ഏതോ ഒരു പൊട്ടം പാസ്റ്റർമാർ പഠിപ്പിച്ച ബൈബിളിനകത്ത് സയൻസ് ഉണ്ട്, ബൈബിളും സയൻസും തമ്മിൽ എന്തോ പ്രശ്നം. ബൈബിളും സയൻസും തമ്മിൽ ശ്രദ്ധിക്കുക, ഇറ്റ് ഇസ് നോട്ട് എഗൻസ്റ്റ്, രണ്ട് ധ്രുവത്തിലല്ല. സയൻസ് ആൻഡ് ബൈബിൾ ഈസ് പാരലൽ. രണ്ട്, ബൈബിൾ സയൻസിനെ തെളിയിക്കുന്ന പുസ്തകം അല്ല. ആദ്യം നിങ്ങൾ വെറുതെ എന്തിനാ ഈ ഞാൻ ഈ പാസ്റ്റർമാരോട് പറയാം, ഈ വേദപുസ്തകം പ്രസംഗിക്കുന്ന സുവിശേഷനോട് പറയാം, ദയവായിട്ട് ക്വാണ്ടം തിയറി പ്രസംഗിക്കാനും സ്ട്രിങ് തിയറി പ്രസംഗിക്കാനും നാനോ ടെക്നോളജി പ്രസംഗിക്കാനും ഇതൊന്നും നിങ്ങൾ വേദപുസ്തകം എടുത്തോണ്ട് പോകരുത്. നിങ്ങൾക്ക് ബൈബിൾ എടുത്തോണ്ടാൽ നിങ്ങൾ തോറ്റു. അപ്പൊ നിങ്ങൾ ഉടനെ അത് വചനത്താൽ ഉണ്ടായി, അത് ബിഗ് ബാങ് ആണെന്നൊക്കെ പറയേണ്ടി വരും. ദയവ് ചെയ്ത് പോകരുത്. കാരണം വേദപുസ്തകം എഴുതിയത് ശാസ്ത്രത്തെ പിന്താങ്ങാനോ ശാസ്ത്രത്തെ എതിർക്കാനോ ശാസ്ത്രത്തെ തെളിയിക്കാനോ അല്ല. വിശുദ്ധ വേദപുസ്തകം ഇസ് എ സ്ക്രിപ്ചറൽ ഇൻസ്പിറേഷണൽ സ്ക്രിപ്ചർ, ദൈവനിശ്വാസീയമായ തിരുവെഴുത്താണ്. ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ബുക്ക്, ഇറ്റ് ഈസ് നോട്ട് എ സയന്റിഫിക് ബുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. എന്തിനാണ് വല്ലവനെ കക്ഷത്ത് കൊണ്ട് തലവെക്കുന്നത്? എന്തിനാ? നമ്മൾ ഏതൊരു കാര്യം, ഈ സത്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 = 1 അതാ സത്യം. 4 × 4 = 8 അതാ സത്യം. 4 × 4 = 7.99 പറയേണ്ട ആവശ്യമൊന്നുമില്ല. 8.11 എന്ന് പറയേണ്ട ആവശ്യമില്ല. സത്യം ഒറ്റ അർത്ഥമേ ഉള്ളൂ. നമ്മൾ എപ്പോഴെങ്കിലും തോൽക്കുന്നെങ്കിൽ നമ്മൾ ബൈബിളിനെ തെറ്റായി പഠിച്ചു. അതുകൊണ്ടാണ്. ടോണി സെബാസ്റ്റ്യൻ സംസാരിച്ചു, എന്താണ് ക്രൈസ്തവ സഭ പറയുന്നത് കേൾക്കട്ടെ. ഓർ ബൈബിൾ, ആ സയൻസിന്റെ ഭാഗം അദ്ദേഹം എടുത്തു. 50% കഴിഞ്ഞു. സാധാരണ ഒരു സംവാദം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന തുടർ ചർച്ചകളിൽ എവിടെയെങ്കിലും ചില കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യും. എങ്കിലും സംവാദം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സംവാദത്തിന്റെ പകുതി ഭാഗം ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ സംവാദമായിരിക്കും ഇത് എന്ന് ഞാൻ കരുതുന്നു. ഇനി ഇദ്ദേഹം പറഞ്ഞ ഈ സംവാദം ഉണ്ടാകാനിടയായ ഒരു സാഹചര്യം കൂടി കാണാം. ഇദ്ദേഹം ഒരു പ്രധാന വ്യക്തിയായിരിക്കുന്ന ഒരു സംഘടനയാണ് IBT മീഡിയ. ആ IBT മീഡിയയിലെ മറ്റൊരു പ്രധാന വ്യക്തി ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് ഡെനീഷ് സെബാസ്റ്റ്യൻ. അതിൽ എഴുതിയിരിക്കുന്നതാണ്, പ്രമുഖ പെന്തക്കോസ്ത് ഗ്രൂപ്പിലെ പോളിൽ 79% പേർ 6000 വർഷ സൃഷ്ടിവാദം വിശ്വസിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ അതായിരുന്നില്ലേ? 6000 വർഷത്തെ സൃഷ്ടിവാദത്തെ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നു. അത് അവരുടെ തെറ്റല്ല. ബൈബിളിലെ അവർ സൺഡേ സ്കൂളിൽ മുതൽ പഠിച്ചതിൻ്റെ ഒരു കുഴപ്പമാണ്. അത് കുഴപ്പമില്ല. ഇന്നത്തെ സൺഡേ സ്കൂൾ സിലബസ് എന്നൊക്കെ പറയുന്നത് വലിച്ചു കയറി നമ്മുടെ ആക്രിക്കാർക്ക് കൊടുക്കേണ്ട അത്ര സിലബസേ ഉള്ളൂ. അതുകൊണ്ട് ടോണി സെബാസ്റ്റ്യൻ ക്ഷമിക്കുക. അങ്ങനെ ഒരു പോൾ വന്നെങ്കിൽ അത് സെബാസ്റ്റ്യൻ്റെ കുഴപ്പമല്ല, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും കുഴപ്പമല്ല. അത് കൃത്യമായ നിലയിൽ പഠിപ്പിച്ച ഉപദേശിമാരുടെ കുഴപ്പം. അതുകൊണ്ട് ദയവായിട്ട് ക്ഷമിക്കുക. ബാക്കി ഞങ്ങൾ മറുപടി തരാം. വെയിറ്റ് ചെയ്യും. ഈ വിഷയത്തിൽ എസൻസുകാർ ഒരു സംവാദം നടത്താൻ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ അറിയിച്ചു. അതായത് സംവാദത്തിന്റെ തുടക്കത്തിൽ ഇവർ മുന്നോട്ട് വെച്ചത് 6000 വർഷത്തെ ബൈബിളിൽ പറയുന്ന പ്രപഞ്ച സൃഷ്ടി വിവരണമായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം പോയിട്ട് 6000 എടുത്തുകൊണ്ട് പോയി എന്ന് മാത്രമല്ല, ഇപ്പൊ സയൻസിൽ പറയുന്നതൊക്കെ ഞങ്ങൾ എടുക്കുന്നു. കാരണം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി തിയോളജി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അവരൊക്കെ ഏതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ എടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബൈബിളിലെ സൃഷ്ടി വിവരണം പറയാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തന്നെ പറയാം. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ബൈബിളിലെ സൃഷ്ടി വിവരണം പ്രധാനമായിട്ടും ഉൽപ്പത്തിയുടെ 1 ഉം 2 അധ്യായത്തിലാണുള്ളത്. ഉൽപ്പത്തിയുടെ 1-ാം അധ്യായം എങ്ങനെയാണ്? ആദിയിൽ അവിടുന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ശ്രദ്ധിച്ചു കേൾക്കുക. ആദ്യം ദൈവം ഉണ്ടാക്കിയ സാധനത്തിന്റെ പേരാണ് ആകാശം. ഇന്നിപ്പോൾ ഒരു 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം ആകാശം എന്ന് പറയുന്ന ഒരു സാധനമില്ല. അതൊരു ഇല്യൂഷനാണ്. നമ്മൾ എത്ര മുകളിലോട്ട് പോയാലും ഈ പറയുന്ന ആകാശം എന്ന് പറയുന്ന സാധനം അവിടെ കാണാൻ പറ്റില്ല. വെയിറ്റ് മിസ്റ്റർ ടോണി സെബാസ്റ്റ്യൻ ബ്രദർ, ബൈബിൾ തുടങ്ങുന്നത് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്നാണ്. ആകാശം ഭൂമി സൃഷ്ടിച്ചു. ശരിയാ. ആകാശം എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ഇല്യൂഷനാണ്. ഇല്യൂഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, അതൊരു സ്പേസാണ്. ഇപ്പൊ എൻ്റെ തലയ്ക്ക് മീതെയുള്ള ആ ശൂന്യത്തിലേക്ക് എത്ര കിലോമീറ്ററോ എത്ര കോടി കിലോമീറ്റർ പോയാലും പോയിക്കൊണ്ടേയിരിക്കും. എനിക്ക് ഈ ആകാശം എന്ന് പറയുന്ന ഏതോ ഒരു സംഭവത്തെ കാണാനായിട്ട് പറ്റത്തില്ല. അത് ശാസ്ത്ര ലോകത്തിന്റെ അറിവാണ്. ഞാനതിനെ തിരസ്കരിക്കുന്നില്ല. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ടോണി സെബാസ്റ്റ്യനോട് പറയാനൊരു അപ്പോളജി ഉള്ളത്, ക്രിസ്തീയ വിശ്വാസികൾ ഈ 7 ദിവസം കൊണ്ട് ആകാശം ഭൂമിയും മൊത്തം സൃഷ്ടിച്ചുവെന്നും 6-ാമത്തെ ദിവസം മനുഷ്യനെ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയെന്നും 7-ാമത്തെ ദിവസം ദൈവം പോയി കിടന്ന് ഉറങ്ങിയെന്നൊക്കെയുള്ള നിലയിൽ
ഇങ്ങനെ യങ് വേൾഡ് ക്രിയേഷനെ കുറിച്ച്, യൂണിവേഴ്സ് ക്രിയേഷനെ കുറിച്ചുള്ള ധാരാളം റിസർച്ചുകളും പഠനങ്ങളും നമ്മുടെ ഇടയിൽ പോപ്പുലർ. അപ്പം ഇത് വായിച്ച ഏതൊരു വ്യക്തിക്കും ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല. അതിന് ആ 7000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്, യങ് ക്രിയേഷണലിസ്റ്റ്. അവരത് പഠിപ്പിക്കാറുണ്ട്. പക്ഷേ കൃത്യമായ നിലയിൽ ശാസ്ത്രത്തിന്റെ പുരോഗതിയിൽ ലോകം, ഭൂമി സൃഷ്ടിക്കപ്പെട്ടിട്ട് എത്രയോ കോടിക്കണക്കിന് വർഷങ്ങളായി എന്ന് അവർ പറയുമ്പോൾ ഞാൻ ഈ 7000 വർഷത്തെ ചരിത്രം കൊണ്ട് പോയാൽ സത്യം പറയാൻ ഞാൻ നാണം കിടത്തിയോളൂ. പിന്നെ എനിക്ക് അവിടുന്ന് ഉരുണ്ട് കളിക്കാൻ പറ്റും. അതങ്ങനെയാ ഇങ്ങനെയാ ഒന്നും പറയണ്ട. ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധിക്കുക, ചെറുപ്പക്കാരും ഇതിനെ കേൾക്കുന്ന ശ്രദ്ധിക്കും. ഒന്നും പറയണ്ട. ആദ്യം പറയേണ്ടത് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം, 2-ാമത്തെ അധ്യായം, 3-ാമത്തെ അധ്യായം. അത് ലിറ്ററൽ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഉരുണ്ട് കളിക്കല്ല കേട്ടോ. ഉരുണ്ട് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നിരീശ്വരവാദിയുടെ മുമ്പിൽ ഉരുണ്ട് കളിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവമില്ല എന്നൊരാൾ പറയുന്നെങ്കിൽ അത് അദ്ദേഹത്തിന് കുറ്റമൊന്നുമില്ല. ഇല്ല എന്നൊരാൾ പറയണമെങ്കിൽ അയാൾ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിച്ചിട്ട് വരണം. കാരണം ഇപ്പം ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പം ഇന്ത്യയിൽ എന്ന് പറയാം, ഈ കങ്കാരു എന്ന് പറഞ്ഞൊരു മൃഗം ഉണ്ടല്ലോ. കങ്കാരു മൃഗം എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന ഓസ്ട്രേലിയയിലാണ്. കങ്കാരു ഇല്ല എന്നൊരു മലയാളി പറയുക. അയാൾ ഇന്നുവരെ ഓസ്ട്രേലിയയെ കുറിച്ച് കേട്ടിട്ടില്ല. കങ്കാരു എന്ന മൃഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പുള്ളി പറയാം അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വിളിക്കും? നമ്മൾ ചിരിക്കത്തേ ഉള്ളൂ. കാരണം ഇദ്ദേഹം ഇന്ത്യയെ വിട്ട് പുറത്തു പോയിട്ടില്ല, വേറൊരു ചരിത്രം വായിച്ചിട്ടില്ല, ശാസ്ത്രം അറിയത്തില്ല, സാമൂഹികമായിട്ട് പുള്ളി ഒന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരാൾ പറയാണ് കങ്കാരു ഇല്ല. പുള്ളിയെ സംബന്ധിച്ചോളം അത് കറക്റ്റാണ്. പക്ഷെ കങ്കാരു ഉള്ള നാട്ടിൽ പോയിട്ട് വന്ന ആൾ പറയും ഉണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇയാൾ നാണം കെട്ടു, ഇല്ലേ? അതുപോലെ ദൈവമില്ല എന്നൊരാൾ പറയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ യൂണിവേഴ്സ് എല്ലാം ഒന്ന് കറങ്ങിയിട്ട് വരണം. പോട്ടെ, മിൽക്കി വേ എങ്കിലും ഒന്ന് കറങ്ങിയിട്ട് വരണം. ദൈവം ഇപ്പം ഭൂമിയിലില്ലെന്ന് വിചാരിക്കട്ടെ, ദൈവം സൂര്യനിലുണ്ടെങ്കിലോ, അല്ലെങ്കിൽ പോട്ടെ വേറെ ഏതെങ്കിലും ഗ്രഹത്തിലുണ്ടെങ്കിലോ? ഞാനൊരു തമാശയായിട്ട് പറയാം കേട്ടോ. അപ്പൊ ഇല്ല എന്ന് പറയണമെങ്കിൽ എല്ലാം അറിഞ്ഞവന് മാത്രമേ ഇല്ലെന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് പ്രപഞ്ചത്തെ മൊത്തം അറിഞ്ഞ മുഴുവൻ ആദ്യം അറ്റ്ലീസ്റ്റ് വേറെ ഒന്നും വേണ്ട, ഒരു തിയറിയില്ല, എല്ലായിടവും പോയി കണ്ട് അവസാനം ദൈവത്തെ കണ്ടില്ല എന്ന് വന്നിട്ട് പറയാമെങ്കിൽ ഓക്കെ. അല്ലാത്തടത്തോളം കാലം നമ്മൾ കൊച്ചു മനുഷ്യരാണ്. ദൈവത്തെ സംബന്ധിച്ച അറിവ് വളരെ പരിമിതമാണ്. അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് എല്ലാം അറിഞ്ഞവന് മാത്രമേ ഇല്ല എന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് നിരീശ്വരവാദിയെ ഞാൻ കുറ്റപ്പെടുത്തത്തില്ല. അവർക്ക് അവരുടേതായ അജണ്ടയുണ്ട്, അതിൽ പോയിക്കോട്ടെ. പക്ഷെ ഇവിടെ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇതാണ് ടോണി സെബാസ്റ്റ്യന്റെ ആദ്യത്തെ പരിഹാസം. ആ ആകാശം എന്ന് പറയുന്നത് 4-ാം ക്ലാസ് കുട്ടിയോട് ചോദിച്ചാലും പറയുന്നത് അത് ഇലൂഷൻ, ശരിയാണ്, അതൊരു സ്പേസാണ്. പക്ഷെ വേദപുസ്തകം പറയുന്ന ആകാശം ഷമായിം എന്ന് പറയുന്നത് ഈ മേളി കാണുന്ന നീലാകാശം സൃഷ്ടിച്ചതിനെ കുറിച്ചല്ല. എല്ലാവരും കേട്ടോണം. ഇനിയെങ്കിലും ഈ ക്രിസ്ത്യാനിത്വത്തിനെതിരെ നിങ്ങളുടെ യുദ്ധവുമായിട്ട് വരുന്നത് നിർത്തുക. ഞങ്ങൾ ശാസ്ത്രത്തിന് എതിരല്ല, ക്രിസ്ത്യാനികൾ ആരും ശാസ്ത്രത്തിനെതിരെ. പക്ഷേ ഞങ്ങൾ ബൈബിൾ 100% വിശ്വസിക്കുന്നവരാണ്. ഞാനിത് എൻ്റെ സഹോദരവർഗങ്ങളെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയാം, നിരീശ്വരത്തിലൂടെ സംസാരിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം അത് ലിറ്ററലി എഴുതി വെച്ചേക്കുന്ന ഒരു പുസ്തകകാര്യമല്ല. മറിച്ച് അത് ഉടമ്പടിയുടെ ജനമായി ഇസ്രായേലിന് മനസ്സിലാക്കാൻ, ഇസ്രായേൽ എന്ന് പറയുന്ന ജനതയ്ക്ക് ദേവാദിദൈവം, ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ തർക്കിക്കുന്നെങ്കിൽ തർക്കിച്ചോ, കുഴപ്പമില്ല, ദൈവം തങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടികളാണെന്നും തങ്ങളെ ദൈവം തെരഞ്ഞെടുത്ത ജനമാണെന്നും ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ഉടമ്പടിയുടെ ജനമാണ് ഇസ്രായേലെന്നും ഇസ്രായേലിനെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി മോശയിലൂടെ രചിക്കപ്പെട്ട ദൈവനിശ്വാസീയമായ തിരുവെഴുത്താണ് ഉൽപ്പത്തി പുസ്തകം എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമ്പർ 2, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ 7 ദിവസത്തെ സൃഷ്ടി ഫിസിക്കൽ യൂണിവേഴ്സിന്റെ സൃഷ്ടിയല്ല. ഒരു തർക്കവും ഞങ്ങൾക്കില്ല. ഇനി ഈ പ്രപഞ്ചം ഉണ്ടായത് ബിഗ് ബാങ് മുഖാന്തരമാണോ, അല്ല നേരത്തെ ഇത് ഉണ്ടായിരുന്നു, ഇതൊന്നും വേദപുസ്തകത്തിന്റെ, ഇതൊന്നും തെളിയിക്കുന്ന ജോലി വേദപുസ്തകത്തിൻ്റെതല്ല. ഇനി ഇതൊന്നും ഇങ്ങനെ തനിയെ ഉണ്ടായി വന്നു എന്ന് പറഞ്ഞാൽ പോലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. മനസ്സിലായോ?
ഇനി ഈ ഭൂമി അല്ലാണ്ട് ഒരു ദിവസം സുപ്രഭാതം രാവിലെ എഴുന്നേറ്റപ്പോൾ ഇങ്ങനെ വന്നതാണെന്ന് പറഞ്ഞാലും ദൈവാദി ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലും സുവിശേഷത്തിലും വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് അത് ഞങ്ങൾ അന്ധവിശ്വാസികളായതുകൊണ്ടല്ല, ഞങ്ങളുടെ വിശ്വാസം കൺഫേംഡ് ആയതുകൊണ്ട്. ഓക്കെ. അടുത്തത്, ഈ ആകാശവും ഭൂമിയും എന്ന് പറയുന്നത് ഒരിക്കലും ഫിസിക്കൽ, കാരണം ഈ ഭൂമി എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിലെ ഏറ്റവും ഒരു കടുകുമണിയുടെ അത്തരം പോലും ഇല്ലാത്ത സാധനം. ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വന്ന ഉടനെ ആദ്യം കടുകുമണി ഉണ്ടാക്കി, പിന്നെ ഒരു ആകാശം ഉണ്ടാക്കി, പിന്നെ അതിൻ്റെ ചുറ്റും പിന്നെ ഒരു എന്തോ പറയുന്നത് സൗരയൂഥം ഉണ്ടാക്കി, സൗരയൂഥത്തെ പിടിച്ച് ഗാലക്സി മിൽക്കി വേ ഗാലക്സിയിലാക്കി, പിന്നെ ഗാലക്സി മുഴുവൻ നക്ഷത്രങ്ങൾ ഉണ്ടാക്കി, പിന്നെ അവിടുത്തെ വേറെ ഇങ്ങനൊന്നും ദൈവവചനം പഠിപ്പിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ടോണി സെബാസ്റ്റ്യൻ ബ്രദർ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രദ്ധിക്കും, ഇത് കർത്താവ് പഠിപ്പിച്ചിട്ടില്ല, ഇത് ബൈബിൾ പഠിപ്പിച്ചിട്ടില്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ 2 ക്രിയേഷൻ, ഒന്ന് ഓൾഡ് ക്രിയേഷൻ, 2 ന്യൂ ക്രിയേഷൻ. ഇത് ബൈബിളാണ്. ഇത് പിന്നെ ബിഗ് ബാങ് തിയറി, വചനത്താൽ എല്ലാം ശരിയായി, ഇതെല്ലാം ഉണ്ടായത് ദൈവത്താൽ, ഒരു സംശയവും ഇല്ല. അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. കാരണം ദൈവം പോലും ഇത് താൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ദൈവം പറയുന്നില്ലെന്നേ, ദൈവത്തിന് താല്പര്യമില്ലെന്നേ. ഇവിടെ ഞാൻ കണ്ടത് ഈ ക്രിസ്ത്യാനിക്ക് വേറെ ഒരു ജോലിയില്ല, തൃത്വം തെളിയിക്കാൻ കൊണ്ട് നടക്കും ഓർത്തൻ കുറേ അവന്മാർ. തൃത്വം തെളിയിക്കാൻ പിതാവ് പുത്രൻ പരിശുദ്ധാത്മ ഒന്നാണ്, അത് 2 ഒന്നാണ്. നിനക്കൊക്കെ വേറെ ജോലിയൊന്നുമില്ലേ? എടാ, ദൈവമോ അപ്പോസ്തലനോ യേശു ക്രിസ്തുവോ ഇതൊക്കെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ആരാ? യേശു അല്ലേ? അല്ലെങ്കിൽ ഏറ്റവും കൂടെ നടന്ന ശിഷ്യന്മാരല്ലേ ഇത് പറയേണ്ടത് തൃത്വത്തെക്കുറിച്ച്? ഇവർക്കില്ലാത്ത നിങ്ങൾക്ക് എന്താ പ്രശ്നം? പാളിൽ പറയാം, നിങ്ങൾക്ക് ഞങ്ങൾക്ക് 3 അല്ല 35 ദൈവമുണ്ട്, എന്താ കുഴപ്പം? എന്തിനെത്ര നമ്മുടെ ഫെയ്ത്ത് എന്തിനാണ് ഇളകിപ്പോന്നെ? നമ്മുടെ ഫെയ്ത്ത് ഏതൊരു മൂഢമായ കാര്യത്തിലല്ല, നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ എന്താ അനുഭവിച്ചറിഞ്ഞേ? യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞു, നിത്യജീവൻ പ്രാപിച്ചു, നാം ദൈവപുത്രന്മാരെന്ന ഉറപ്പ് നമുക്കുണ്ട്. ഈ റെവലേഷൻ ഉള്ള ഞാൻ എന്നോട് പറയാ ദൈവമില്ല, ശരിയോടോ, അത് നിന്റെ വിശ്വാസം. എനിക്ക് അപ്പനില്ല, ഞാൻ അപ്പനില്ലാതെ ആ ഭൂമി സൃഷ്ടിച്ച നീ പറഞ്ഞ ഞാൻ ഇനി അപ്പനുണ്ട് തെളിയിക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? എടോ, ലോകത്ത് അപ്പനില്ലാതെ ഭൂമിയിൽ ഒരു മനുഷ്യൻ ഇല്ലെന്ന് അറിയാവുന്നവരാ നമ്മളില്ലേ? അതുകൊണ്ട് തൃത്വം തെളിയിക്കാൻ നടക്കുന്നു, സൃഷ്ടി തെളിയിക്കാൻ നടക്കുന്നു, 7 ദിവസം കൊണ്ട് സൃഷ്ടിച്ച് നടക്കാൻ. എൻ്റെ പൊന്നു ചേട്ട, അതും IAS IPS ഉണ്ടെന്നാ പറയുന്നത്. വേദവസം പഠിക്കാൻ IPS എടുക്കണ്ട, വേദവസം പഠിക്കാൻ വലിയ മാസ്റ്റർ ഡിഗ്രി എടുക്കണ്ട. അറ്റ്ലീസ്റ്റ് ഐ ഹാവ് 2 മാസ്റ്റർ ഡിഗ്രീസ്, എനിക്ക് അത്രയും ഉണ്ട്. ചിലരോട് പറയും നീ പഠിച്ചിട്ടുണ്ടോ? ശരി, ഞാൻ തമാശ പറയല്ല, ഒരു 2 മാസ്റ്റർ ഡിഗ്രി എങ്കിലും എൻ്റെ കയ്യിലുണ്ട്. PhD എഴുതാൻ സമയമില്ലാത്തതുകൊണ്ട് എഴുതുന്നില്ല, അത്രേ ഉള്ളൂ. അഥവാ അറ്റ്ലീസ്റ്റ് എനിക്കൊരു സെക്കുലർ വിദ്യാഭ്യാസം, ഒരു ബേസിക് എങ്കിലും ഉണ്ടെന്ന് പറയാൻ വേണ്ടി ഞാൻ പറയാം. കാരണം എന്താ അറിയുമോ, ചില ആളുകൾ വന്നിട്ട് കമന്റ് പറയും ഇവൻ പുസ്തകം പഠിച്ചിട്ടില്ല, ഇവന് ബൈബിൾ അറിയത്തെന്നൊക്കെ പറയും. അങ്ങനെ കുറെ മന്ദബുദ്ധികളുണ്ട് ഇതിനകത്ത്. അവന്മാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ പൊങ്ങച്ചൻ പറഞ്ഞാൽ. ശരി, അപ്പൊ ഇനി ആകാശം ഭൂമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് യൂണിവേഴ്സൽ ക്രിയേഷൻ, ഇറ്റ്സ് നോട്ട് ദ ക്രിയേഷൻ ഓഫ് ദ യൂണിവേഴ്സ്, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ നറേഷൻ ഓഫ് ഓൾഡ് ക്രിയേഷൻ, ഓൾഡ് കവനന്റ് ക്രിയേഷൻ. ഞങ്ങൾ രക്ഷപ്പെടാനുള്ള വഴിയൊന്നുമില്ല കേട്ടോ, കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒരു ക്രിസ്ത്യാനിക്കും ഒരു നിരീശ്വരവാദിന് മുമ്പിൽ ഓടിപ്പോണ്ട ആവശ്യമില്ല. ബഹുമാന്യനായ അനിൽക്കുടത്തോട്ടം പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൃത്യമായ മറുപടി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട്. പിന്നെ അദ്ദേഹം വെക്കുന്ന ആശയത്തിനും മറുപടി കൊടുക്കാനും ഈ നിരീശ്വരവാദികൾക്ക് പറ്റിയിട്ടുമില്ല. സത്യം പറഞ്ഞാൽ അതിനകത്ത് ജയിച്ചത് അദ്ദേഹം ഒരു പക്ഷേ പറഞ്ഞതിനകത്തോ ഇവർക്ക് മനസ്സിലാകാത്തതാണെന്ന് കുഴപ്പമില്ല, അതിനകത്തൊരു നല്ലൊരു മെജോറിറ്റി അല്ലെങ്കിൽ ഒരു പൊസിഷൻ നിൽക്കാനായിട്ട് അനിൽക്കുടത്തോട്ടം പാസ്റ്റർക്ക് പറ്റി. ചിലതിന് എക്സ്പ്ലനേഷൻ പറ്റില്ല. കാരണം ഈ അനിൽക്കുടത്തോട്ടം പാസ്റ്റർക്ക് പറ്റിയ ഒരു പ്രശ്നം എന്ന് അറിയാമോ, അദ്ദേഹവും വിചാരിച്ച് ഈ 6 ദിവസം 7 ദിവസം കൊണ്ട് സൃഷ്ടിക്കും. പുള്ളി അങ്ങനെ വിശ്വസിക്കുന്നതല്ല ഞാൻ വിചാരിച്ചു കേട്ടോ, ബൈബിളിൽ എഴുതി വെച്ചേക്കുക. പക്ഷേ അവരെയും കൂടെ ചേർത്തോണ്ട് ഞാൻ പറയാം, എൻ്റെ കൈയോടെ ചേർത്തെത്തി പറയാം, ഇറ്റ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ യൂണിവേഴ്സൽ ക്രിയേഷൻ, ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഓൾഡ് കവനന്റ് ക്രിയേഷൻ. കർത്താവ് യേശു പറഞ്ഞില്ലേ, നിങ്ങൾ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കാൻ. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇന്ത്യയിൽ താമസിക്കുന്ന നമ്മൾ ബൈബിൾ മലയാളത്തിൽ വായിക്കുന്നത്, ഇംഗ്ലീഷിൽ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് സൃഷ്ടി എന്ന് കണ്ടാൽ ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം എന്താ? മരം, ആട്, മാട്, ജന്തുക്കൾ, ഇഴജാതികൾ, പറവകൾ, ഇതാണ്. പക്ഷെ ബൈബിളിന്റെ ഭാഷയിൽ സൃഷ്ടി എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ അറിയേണ്ടത് അത് യൂണിവേഴ്സിനെ കുറിച്ചോ പ്ലാനറ്റിനെ കുറിച്ചോ പ്ലാനറ്റ്സിനെ കുറിച്ചോ നക്ഷത്രങ്ങളെ കുറിച്ചോ ഗാലക്സിയെ കുറിച്ചോ അല്ല, അത് ദൈവത്തിന്റെ ഉടമ്പടിയുടെ ജനതയെക്കുറിച്ചാണ്. ഇത് നിങ്ങളുടെ മൈൻഡിൽ വരണം. അപ്പം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആദ്യത്തെ പദം, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ
ദൈവം എന്തോ മേളിൽ എന്തോ ഒരു സാധനം നീലാകാശം സൃഷ്ടിച്ചതിനെ കുറിച്ചല്ല. അവിടെ ബാറ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന, ബാറ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തുക എന്നല്ല. ബാറ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ഫോം ചെയ്തു, ദൈവം ഷേപ്പ് ചെയ്തു, ഇങ്ങനെ എൻ്റെ അർത്ഥം. അതായത് ദൈവത്തിന് ഒരു ഭൂമി വേണം, ദൈവത്തിന്റെ ആകാശം എന്ന് പറയുന്നത് ദൈവം അത് തൻ്റെ ആലയത്തെ സംബന്ധിച്ച, ഉടമ്പടിയുടെ ആലയത്തെ സംബന്ധിച്ച ആദ്യത്തെ പ്രഖ്യാപനമാണ് ആകാശവും ഭൂമിയും. ചുമ്മാതെ കിടന്ന് ഈ നിരീശ്വരവാദിയുടെ വഴക്കുണ്ടാക്കാൻ പോകണ്ട. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഫിസിക്കൽ യൂണിവേഴ്സ്, ഇറ്റ്സ് അബൌട്ട് ദ ടെമ്പിൾ, ദ ഹെവൻസ് ആൻഡ് ദ ഹെവൻസ്, സ്വർഗങ്ങൾ. അങ്ങനെ അവർ ചോദിക്കുമ്പോൾ ഷമായിം എന്ന് പറഞ്ഞാൽ സ്വർഗങ്ങളല്ലേ, അപ്പൊ എത്ര സ്വർഗം ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയും അത് 3 സ്വർഗമുണ്ട്, 4 സ്വർഗമുണ്ട്, 7 സ്വർഗമുണ്ട്. മുസ്ലിമിനോട് ചോദിച്ചാൽ പറയും 7-ാം സ്വർഗം. ഇത് എന്തിനാ എൻ്റെ ആവശ്യം? ഹെവൻസ് മീൻസ് ദേവാലയത്തിനകത്ത് 2 സ്ഥലമുണ്ട്, ഹോളി പ്ലേസ് ആൻഡ് മോസ്റ്റ് ഹോളി പ്ലേസ്. എർത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് പ്രാകാരമാണ്. അപ്പം മോസ്റ്റ് ഹോളി പ്ലേസ് ആൻഡ് ഔട്ടർ കോർട്ട്, ഇതാണ് അതിന്റെ ട്രൂത്ത്. ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ഫിസിക്കൽ യൂണിവേഴ്സ്, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ ടെമ്പിൾ. ശ്രദ്ധിക്കണം, നിങ്ങൾ ഏതെങ്കിലും വാക്യം എടുത്ത് വെച്ചിട്ട് പിന്നെ അടുത്ത വാക്ക് പുള്ളി പറയുന്നത് എന്താ അറിയാമോ? ദൈവം സൃഷ്ടിച്ചു, കളിയാക്കുക പുള്ളി. എന്റെ ഫെയ്ത്തിനെ, ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തെ കളിയാക്കാൻ ഒരുത്തനെ സമ്മതിക്കത്തില്ല. മറുപടി കൃത്യമാണ്. ടോണി സെബാസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഇത് ഒരിക്കലും ഫിസിക്കൽ ക്രിയേഷനെ കുറിച്ചല്ല. കാരണം ഭൂമിയെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മഹാദൈവത്തിന് ഞാനാണിത് സൃഷ്ടിച്ചേ എന്ന് പറയേണ്ട ഗതികേടില്ല. നിനക്കൊക്കെ വേണമെങ്കിൽ പോയി കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ മുസ്ലിങ്ങൾ പറയാറുണ്ട് യേശുക്രിസ്തു ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന് എന്തിനാണോ ഇടയ്ക്കിടയ്ക്ക് ദൈവം എന്ന് പറയേണ്ട ആവശ്യം? സിമ്പിൾ ലോജിക്. ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ളവനാണ് ഞാൻ. അറിയുമ്പോൾ ഞാൻ വക്കീലാണില്ല, പണ്ടൊരു സിനിമയ്ക്കകത്ത് സലീം കുമാർ പറഞ്ഞിട്ട്, കണ്ടോ വക്കീലാണ്, കണ്ടോ കോട്ട് കണ്ടോ എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ദൈവമാണ് കണ്ടോ എന്ന് പറയേണ്ട ആവശ്യം ദൈവത്തിനില്ല. അതാദ്യം മനസ്സിലാക്കുക. ദൈവം അല്ലാത്തവർക്കായി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ദൈവമാണെന്നൊക്കെ പറയേണ്ട തോന്നൽ വരുന്നത്. സർവശക്തനാം തമ്പുരാന് ഞാനാണിതൊക്കെ സൃഷ്ടിച്ചതെന്നും ഞാൻ ദൈവമാണെന്നും പറയേണ്ട ഗതികേടില്ല. അവനിൽ വിശ്വസിക്കുന്നവർക്കാണ്. പിന്നെ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് അല്ല, ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ലോജിക്കാണ്. ഫെയ്ത്ത് എന്ന് പറഞ്ഞ റിയാലിറ്റിയാണ്. എന്തോ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പല്ല ക്രിസ്ത്യാനിത്വം സത്യം വിശ്വസിക്കുന്ന ഗ്രൂപ്പാണ്. ഓക്കെ, ബാക്കി അദ്ദേഹം എന്താ പറയുന്നത് നമുക്ക് കേട്ടിട്ട് പോകാം. ഇത് ബൈബിളിൽ എഴുതിയിരിക്കുന്നവർക്കോ ദൈവത്തിനോ ഇത് അറിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ പ്രിയ സ്നേഹിതൻ പറയണം എന്തുകൊണ്ടാണ് ഈ ആകാശം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറയും എന്ന് ഞാൻ കരുതുന്നു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ഏതെങ്കിലും ഒരു വസ്തു ആയിക്കോട്ടെ, ചക്കയോ മാങ്ങയോ തേങ്ങയോ ഉണ്ടെങ്കിൽ അതിനൊരു രൂപം ഉണ്ടാകും. രൂപരഹിതവും ശൂന്യമായിരുന്നു. ശരിയാ, ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ സൺഡേ സ്കൂൾ മുതലുള്ള ഈ മൊണ്ണകളായിട്ടുള്ള ടീച്ചർമാർ കൊച്ചുങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞറിയുമ്പോൾ ഭൂമി ശൂന്യം. പിന്നെ അതെങ്ങനെ ശൂന്യമായി തീർന്നു? ഹയ എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ശൂന്യമായി തീർന്നുവെങ്കിൽ ദൈവം ഉണ്ടാക്കിയപ്പോൾ ശൂന്യമായിട്ടല്ല, പാഴായിട്ടല്ല എന്നൊക്കെ പഠിപ്പിച്ചിട്ട് പറയും. പിന്നെ എങ്ങനെ ഇത് ശൂന്യമായി? അപ്പൊ അതിന് വേറെ ഒരു നിവൃത്തിയില്ല, മറുപടി ഒന്നുമില്ല. എങ്ങനെ ഇത് ശൂന്യമായി എന്നറിയാൻ വേണ്ടി ഒന്നും മറുപടി ഇല്ലാത്ത പറയാം. അത് 1-ാമത്തെ വാക്യത്തിനും 2-ാമത്തെ വാക്യത്തിനും നടുവിൽ കോടാനുകോടി വർഷങ്ങളുടെ ഗ്യാപ്പുണ്ട്. നമുക്ക് മനസ്സിലാകാതെ നമുക്ക് എന്തെങ്കിലും മനസ്സിലായില്ലേ ഉടനെ നമ്മൾ ഗ്യാപ്പ് ഇടും. അപ്പൊ ഈ ഗ്യാപ്പിനകത്ത് അയ്മര് കളിക്കുന്നത്. ഇന്നത്തെ പെന്തിക്കോസ്തുകാരും ഇന്നത്തെ ക്രിസ്ത്യാനികളും ഇന്നത്തെ ഒരുപാട് അപ്പോളജിസ്റ്റുകളും ഈ ഗ്യാപ്പിൽ കിടന്ന് കളിക്കുക. അപ്പം ഈ ഗ്യാപ്പ് മനസ്സിലാക്കിയിട്ട് ഒരു കൂട്ടം ആളെന്ന് പറഞ്ഞു അത് ദൈവം ഇന്നലേക്ക് 3.8 കോടി വർഷങ്ങൾക്ക് മുമ്പ്, 8 കോടി വർഷമാണോ? ബില്യൺ വർഷങ്ങൾക്ക്, അതായത് 3000 എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ദൈവം ലൂസിഫറിനെ താമസിപ്പിച്ചു. എവിടാ ബാക്കിയൊന്നും ചോദിച്ചാൽ കേട്ടോ. ലൂസിഫറിനെ താമസിപ്പിച്ചു. ലൂസിഫറിന് വേണ്ടിയാണ് ദൈവം ഇതൊക്കെ സൃഷ്ടിച്ചത്. ലൂസിഫർ ആണ് ഇതിന്റെ എല്ലാം ആളുകൾ. അവസാനം ലൂസിഫറിന് എന്തോ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ കാണാൻ വയറിന് വേദന എടുത്തു. അപ്പൊ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ വയറ്റുവേദന മാറണം. അപ്പൊ ദൈവം പറഞ്ഞു വയറ്റുവേദന മാറ്റിത്തരത്തില്ല. ഉടനെ ദൈവം പുള്ളിക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ കയറും, ഞാൻ അത്യുന്നതിനോട് സമനാകും. ഇതൊരു കഥയാണിത്. ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ മന്ദബുദ്ധിയൊക്കെ പറ്റത്തുള്ളൂ. അത് പ്രസംഗിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായാലും. ലൂസിഫർ എന്നൊരു വേർഡ് പോലെ എബ്രായ ഭാഷയിൽ ഇല്ല എന്റെ പൊന്നു സാറേ. മനസ്സിലായോ? അങ്ങേര് പാഴ് ശൂന്യമാക്കി പിന്നെ നമ്പുരാൻ വേറെ ദൈവത്തിന്റെ ജോലിയാ. മനസ്സിലായോ? ഇപ്പൊ എന്റെ വീട്ടില് ഞാൻ കുറെ കാര്യങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി ഉടനെ എന്റെ വീട്ടിലെ പട്ടി വന്നിട്ട് അതിനെ അടിച്ച് ഞാൻ എന്ത് ചെയ്യും? തല്ലി കൊല്ലത്തെ ഉള്ളു ഇതിനെയൊക്കെ ഓടിക്കും. പിന്നെ സോറി കേട്ടോ, പട്ടി സ്നേഹികളുണ്ടെ ക്ഷമിക്കണ്ട, തല്ലിയാൻ കൊടുക്കും. മേലാ പിന്നെ അവൻ തൊടാതിരിക്കാനുള്ള പണി ചെയ്യും. ഇത് ദൈവം അങ്ങനല്ല. ദൈവം ഉണ്ടാക്കുന്നു, അവൻ പൊളിക്കുന്നു, പിന്നെ ദൈവം ഉണ്ടാക്കുന്നു, അവൻ പൊളിക്കുന്നു. ദൈവം നമ്പുരാന്, അതും ദൂതൻ, ദൈവത്തിന്റെ ഒരു സെമി ഗോഡ് ആണെങ്കിലും വിഷയമില്ല. ലൂസിഫറിനെ ദൈവമാക്കി വെച്ചേക്കവര്.
ഇന്നത്തെ ക്രൈസ്തവ സഭ ഈ പാഴും ശൂന്യത്തിന് ആകെ കണ്ടുപിടിച്ചൊരു മാർഗം ലൂസിഫർ വന്ന് കുളവാക്കിയത്. എനിക്ക് തോന്നുന്നില്ല അനിൽക്കുടത്തോടം പാസ് അത് പറഞ്ഞെന്ന്. അദ്ദേഹത്തിന് ഈ വിവരം ബോധമൊക്കെ ഉണ്ട്, അദ്ദേഹം പറഞ്ഞെന്ന് തോന്നുന്നില്ല. പക്ഷെ പാഴ് ശൂന്യമായിരുന്നു പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇറ്റ് ഈസ് കവനന്റ് ടെർമിനോളജി അക്കോർഡിംഗ് ടു ജെറേമിയ ചാപ്റ്റർ 4:23. നിങ്ങൾ വിവരമുള്ളവർ പോയി നോക്കുക. ഞാൻ ആകാശത്തെ നോക്കി, ഞാൻ ഭൂമിയെ നോക്കി, അത് പാഴ്. ഏത് ഭൂമിയെ? ലാൻഡ്. ഇറ്റ് ഈസ് നോട്ട് പ്ലാനറ്റ് എർത്ത്, ഇറ്റ് ഈസ് ലാൻഡ്. ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ പ്ലാനറ്റ് എർത്ത്, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ ലാൻഡ്. ബറേഷിത് ബാറ എലോഹിം എയ്ത് ഹഷമായി വാ എയ്ത് ഹ എറട്സ് മീൻസ് ലാൻഡ്. നിങ്ങൾ പോയി അതിന്റെ ഹീബ്രു ഡിക്ഷണറി നോക്ക്. ഇറ്റ് ഈസ് നോട്ട് പ്ലാനറ്റ്, ലാൻഡ്. In the beginning God created heavens and earth means in the beginning God created temple and the promised land. ദൈവം ഫോം ചെയ്തെന്ന, ക്രിയേറ്റ് ചെയ്യുന്നതല്ല. ആദിയിൽ ദൈവം ദൈവാലയവും തന്റെ മക്കൾക്ക് പാർക്കാനുള്ള ഭൂമിയും ഫോം ചെയ്തു, ഷേപ്പ് ചെയ്തു, ട്രാൻസ്ഫോം ചെയ്തു. അതെന്റെ അർത്ഥം. അത്രേ ഉള്ളൂ. കിടന്ന് ചാടേണ്ട ആവശ്യമൊന്നുമില്ല. ഭൂമി പാഴായിരുന്നു എന്ന് പറഞ്ഞാൽ, ഭൂമി എന്ന് പറയുന്നത് ഇസ്രായേൽ താമസിക്കേണ്ട, ഉടമ്പടിയുടെ ജനം താമസിക്കേണ്ട ലാൻഡ് എന്ന് പറയുന്നത് ഫോംലെസ് ആൻഡ് വോയിഡ് മീൻസ് അതിനകത്ത് ക്രമരഹിതമായിരുന്നു, അത് ശൂന്യമായിരുന്നു, ഉപയോഗശൂന്യമായിരുന്നു, പാർക്കാൻ പറ്റാത്തതായിരുന്നു. അതതിന്റെ അർത്ഥം. അല്ലാതെ ഇറ്റ് ഈസ് ഫോംലെസ് ആൻഡ് വോയിഡ്. ലൂസിഫർ വന്നു, കുടുംബമായിട്ട് താമസിച്ചു, ലൂസിഫറിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്ത് കയറി. ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കി വെച്ച മമ്മൂമ്മ കഥയാണ്. അപ്പോസ്തലനായ പൗലോസോ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരോ യേശു ക്രിസ്തു പറയാത്തൊരു ലൂസിഫർ ഈ പെന്തിക്കോസുകാരനെ എവിടുന്ന് കിട്ടി? എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വചനത്തിന് വേണ്ടി നിൽക്കുന്നു. നീയൊക്കെ ഏത് വചനത്തിൻ്റെ നിൽക്കുന്നത്? ടോണി സെബാസ്റ്റ്യനെ പോലെ ഒരുത്തം വന്ന് ചോദിച്ചാൽ മറുപടി പോലും പറയാൻ പറ്റാതെ ബബ്ബ അടിക്കുന്ന വചനമാണ്. നാണമില്ല നിനക്കൊക്കെ. സോ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ പാഴും ശൂന്യമായി തീർന്നു. നമ്മൾ കൊടുക്കുന്ന വ്യാഖ്യാനം അത് തീർന്നു. എബ്രായ ഭാഷയിലെ ഞാനിപ്പോ ഗ്രാമർ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ വീഡിയോ വന്നിരിക്കുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങളെല്ലാം ഒത്തിരി പണ്ഡിതന്മാരുണ്ടല്ലോ, ബൈബിൾ കോളേജിൽ ഹീബ്രു പഠിപ്പിക്കുന്ന ആളുണ്ട്. ഒന്ന് പഠിപ്പിക്കുക സാറേ, ഒന്ന് പഠിപ്പിക്കുക. ആ ലെഫ് ബേത്ത് ഗിമേൽ ദാലത്ത് ഹേ എന്ന് പറഞ്ഞ പോലെ കുറെ അക്ഷരം മാത്രം പഠിപ്പിക്കാതെ അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ എബ്രായ പശ്ചാത്തലം എന്താണ്, എബ്രായക്ക് ഇഡിയം എന്താണ്, അതിനകത്ത് കൂടുതൽ ഉപയോഗിക്കുന്ന ഫ്രേസ് എന്താണ്, അതിന്റെ കോണ്ടെക്സ്റ്റൽ മീനിങ് എന്താണ്, ഒരു റബി എങ്ങനെ ഇത് പഠിപ്പിച്ച്, ഇതൊക്കെ പഠിപ്പിക്കുക. എന്റെ പൊന്നി MDH MD BD CD OD ബൈബിൾ കോളേജിലെ അധ്യാപകന്മാർ പഠിപ്പിക്കുക. എന്നിട്ട് ആ വിവരം നിങ്ങളുടെ സൺഡേ സ്കൂൾ പിള്ളേരെ, സൺഡേ സ്കൂൾ ടീച്ചർമാരെ പഠിപ്പിക്കും. ഏക്കും പൂക്കും ഒന്നും അറിയാത്ത മൊണ്ണകളെ പിടിച്ച് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പറയുകയാണ് കർത്താവ് സൃഷ്ടിച്ചു. കൊച്ചുങ്ങൾ ചോദിക്കും അതെങ്ങനെയാ? അത് നീ ഒന്നും അറിയണ്ട, അത് എന്നാ സൃഷ്ടിച്ച് അതറിയത്തില്ല. ഇതുപോലെയുള്ള നിരീശ്വരവാദിക ആളുകൾ നമ്മുടെ പിള്ളേരെ മുമ്പ് വരുമ്പോൾ പിള്ളേർ പറയാൻ ശരിയാന്ന് പറയും. അവർക്ക് അവരുടെ സ്തോത്രം, ഗ്ലോറി, ആമേൻ, ഓ അവനെ പൈശാചിക ശക്തി ബന്ധിച്ചിരിക്കുന്നു, അവൻ പിന്മാറ്റത്തിലേക്ക് പോയിരിക്കുന്നു, കർത്താവുമായിട്ട് അവന് നിർത്ത് നിന്റെയൊക്കെ ഈ ഡെക്കറേഷൻ നിർത്ത്. ഇനി ഏതെങ്കിലും കൊച്ചുങ്ങളെ നോക്കി അവന് പോരാട്ടമാണ്, അവനെ ഈ പരിപാടി നിർത്ത്. നിങ്ങൾക്ക് മറുപടി കൊടുക്കാനില്ലേ, അത് കൊച്ചുങ്ങളുടെ തലയിൽ കയറരുത്. കാരണം ഞാനിത് പറയുന്നത് ഒരുപാട് ചെറുപ്പക്കാർ വ്യക്തിപരമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അച്ഛാ ഇതെന്താണ്? ഇപ്പൊ നമ്മൾ ജെനസിസിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് ബോധം വരികയാണ്, ഇത് സത്യമാണ്. ഓക്കെ, ടോണി സെബാസ്റ്റ്യൻ പറഞ്ഞാട്ടെ. താങ്കളുടെ പരിഹാസത്തിന് എനിക്ക് മറുപടി ഉണ്ട്. ഇവിടെ ഭൂമി ഉണ്ട്, പക്ഷെ ഭൂമിക്ക് യാതൊരു രൂപവുമില്ല. രൂപമില്ലാത്ത ഭൂമിയുടെ ആ രൂപം ഏത് രൂപത്തിലായിരിക്കും? എനിക്കൊരു രൂപം കിട്ടുന്നില്ല. അദ്ദേഹത്തിന് വല്ല രൂപം ഉണ്ടെങ്കിൽ അദ്ദേഹം അതുകൂടെ പറയും. ഇല്ല, ഭൂമിക്ക് രൂപമില്ല, ഷേപ്പ് ഇല്ല, ഫോംലെസ് ആൻഡ് വോയിഡ് എന്ന് പറഞ്ഞാൽ പാഴും ശൂന്യമായിരുന്നു എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്ന ഹീബ്രു വേർഡിന്റെ റിയൽ അർത്ഥം എന്ന് പറയുന്നത് പാർപ്പിട യോഗ്യമല്ലാത്ത വാസമില്ലാത്ത പ്രകാശമില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ഫിസിക്കൽ കണ്ടീഷൻ, ഇസ് എ ഡിവൈൻ സ്പിരിച്വൽ കണ്ടീഷൻ. ആദ്യം മനസ്സിലാക്കാം. അപ്പം ജെറേമിയാവ് ഇസ്രായേൽ നാട് നോക്കിയപ്പോൾ ദേവാലയമില്ല, പൗരോഹിത്യമില്ല, വിളക്കില്ല, ജനമില്ല. ഈ അവസ്ഥയ്ക്കാണ് പാഴുശൂന്യം. അപ്പൊ പാഴും ശൂന്യം എന്ന് പറഞ്ഞ ഉടനെ ദൈവാലയമില്ലാത്ത, ജനവാസമില്ലാത്ത, ദൈവിക വെളിച്ചമില്ലാത്ത, സ്പിരിച്വൽ റെവലേഷൻ ഇല്ലാത്ത ഒരു കണ്ടീഷൻ പറയുന്ന വാക്കാണ് പാഴും ശൂന്യം. മനസ്സിലായോ? അല്ലാതെ ഭൂമി ഉണ്ടായിരുന്നു, അതിന് ഷേപ്പ് ഇല്ലായിരുന്നു, ഭൂമി ഏകദേശം ഒരു ബോണ്ടയുടെ കൂട്ടിരിക്കായിരുന്നു, ബോണ്ടയുടെ ഏതൊരു പകുതി ഭാഗം കഴിഞ്ഞ് അങ്ങനൊന്നും അല്ല എൻ്റെ അർത്ഥം.
ഒത്തിരി വ്യാഖ്യാനമുണ്ട്. കാരണം ഈ വ്യാഖ്യാനം ഇതുവരെ കേരളത്തിൽ ആരും പറയുന്നത്, കേരളത്തുകാർ പറയുന്നത് അത് ഫോംലെസ് ആൻഡ് വോയിഡ് മീൻസ് ഭൂമി മൊത്തം ഇങ്ങനെ പൊടിയായിട്ടിരിക്കുകയായിരുന്നു, ഒരുമിച്ച് കൂടിയില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. അത് വലിയ വലിയ ആളുകളാണ്. എൻ്റെ സ്നേഹിതന്മാർ തന്നെ വലിയ മാസ്റ്റേഴ്സ്, ഞാൻ അറ്റ്ലീസ്റ്റ് ഐ എം ടോക്കിംഗ് ടു ദ മാസ്റ്റേഴ്സ്, അറ്റ്ലീസ്റ്റ് മാസ്റ്റർ ഡിഗ്രി ഉള്ള ആളുകൾ എൻ്റെ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അവരോട് സംസാരിക്കാറുള്ളത്. അല്ലാതെ ഈ 3ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഏതോ ദിവസം എടുത്ത് കക്ഷത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ഈ ഉപദേശിമാരോടല്ല ഞാൻ സംസാരിക്കാറുള്ളത്. ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വെച്ചാൽ അത് ഫോംലെസ് മീൻസ് അത് ബിഗ് ബാങ് തിയറി അനുസരിച്ച് മൊത്തം ക്ലൗഡി ആയിരുന്നു, ആറ്റങ്ങൾ ഒരുമിച്ച് കൂടിയില്ല, അത് എന്തു പറയുന്നത് ചൂടായിരുന്നു, അതിനെ ഫോം എന്ത് പറയുന്നത് ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൂടാത്തൊരവസ്ഥ. ഇങ്ങനെയൊക്കെ ഞാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. എന്തിനാ കിടന്ന് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഇനി ഒരുത്തം വന്നിട്ട് പറയാം ദൈവം ഭൂമിയെ സൃഷ്ടിച്ചില്ലെന്ന് പറഞ്ഞാൽ ഉടനെ ഭൂമി ദൈവം സൃഷ്ടിച്ചല്ലെന്നാവോ? ഇല്ലെന്നേ. നമ്മളെന്തിനാ എത്രയും കിടന്ന് ടെൻഷൻ ആവുന്നേ? നമ്മുടെ ജോലി നമ്മുടെ ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത്. അതിന് ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ബൈബിൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ബാക്കി അദ്ദേഹം പറയട്ടെ. ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചിരുന്നു. വെള്ളത്തിന് മുകളിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കായിരുന്നു. ഈ വെള്ളം എപ്പോഴാണ് ഉണ്ടായത്? 2 മിനിറ്റ് തികച്ചായിട്ടില്ല. അതിനു മുമ്പ് കോടാനുകോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദൈവം എവിടെയായിരുന്നു ഓടിക്കളി? ശരിയാ എൻ്റെ പൊന്ന് സെബാസ്റ്റ്യൻ സാറേ, സെബാസ്റ്റ്യൻ അല്ലല്ലോ, ടോണി സെബാസ്റ്റ്യൻ. എൻ്റെ പൊന്ന് ചേട്ടായി, അല്ലെ എൻ്റെ സഹോദര, പരിശുദ്ധാത്മാ വെള്ളത്തിന് ഓടിക്കളിക്കുക എന്നല്ല എഴുതിയേക്കുന്നത്. ഇനി വെള്ളം എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. വെള്ളം എന്ന് പറയുന്നത് ജനസമൂഹം. അതായത് ശ്രദ്ധിക്കുക, ദൈവം ഉടമ്പടി തുടങ്ങാൻ പോവുക. ദൈവത്തിന് ആലയം വേണം, ദൈവത്തിന് ജനം വേണം, ദൈവത്തിന്റെ ജനത്തോട് ഉടമ്പടി വേണം. ഇതാണ് അതിന്റെ ബൈബിളിന്റെ നാറേഷൻ. അപ്പൊ അന്ന് ഭൂമിയിൽ വെള്ളം ഉണ്ടായിരുന്നു പറഞ്ഞ ഉടനെ സമുദ്രത്തെക്കുറിച്ചും പസഫിക് സമുദ്രത്തെക്കുറിച്ചും അന്റാർട്ടിക്ക സമുദ്രത്തെക്കുറിച്ചും ഇത് കുറെ ഉണ്ടല്ലോ സമുദ്രങ്ങൾ, ഓർമ്മ പോലും വരുന്നില്ല. ബംഗാൾ ഉൾക്കടല്, അറബിക്കടല്, ഇന്ത്യൻ മഹാസമുദ്രം, ഇതിനെക്കുറിച്ചല്ല പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ഹൈഡ്ര, വെള്ളത്തെക്കുറിച്ചല്ല, H2O അല്ല. ഇവിടെ വെള്ളം എന്ന് ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജനസമുദ്രം, ജനക്കൂട്ടം. ഭൂമിയിൽ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. പരിശുദ്ധ റൂഹ ഓടിക്കളിച്ചു എന്നല്ല എൻ്റെ ചേട്ടായി. ഒരമ്മ കോഴി എങ്ങനെയാണോ ഒരു മുട്ടയുടെ മീതെ പൊരുതിരിക്കുന്നത് പോലെ പരിശുദ്ധ റൂഹ ഈ ജനസമൂഹത്തിന്റെ മീതെ ആവസിക്കുകയാണ്, വെയിറ്റിംഗ് ഫോർ ദ വേർഡ് ഓഫ് ഗോഡ്. കാരണം ഈ ജനസമൂഹത്തിൽ നിന്ന്, ഈ സമുദ്രത്തിൽ നിന്ന്, കാരണം അദ്ദേഹം പറഞ്ഞത് ശരിയാ, എന്നായി വെള്ളം ഉണ്ടാക്കിയത്? 1 മിനിറ്റ് കഴിഞ്ഞേ ഉള്ളൂ. ആകാശം ഭൂമി ഉണ്ടാക്കി, വെള്ളം ഉണ്ടാക്കി കാര്യം പറഞ്ഞിട്ടില്ല. ശരിയാ, വെള്ളം എപ്പോൾ ഉണ്ടാക്കി? ഞാനിപ്പം എല്ലാം സൃഷ്ടിക്കുന്ന ആളോട് ചോദിക്കുക, എപ്പോഴായി വെള്ളം ഉണ്ടാക്കി? പറ, നിങ്ങൾ പറ. 7 ദിവസം കൊണ്ട് ദൈവം എല്ലാം സൃഷ്ടിച്ചു എന്ന് പഠിപ്പിക്കുന്ന പെന്തിക്കോസ്ത്, കത്തോലിക്ക, ഓർത്തഡോക്സ്, മാർത്തോമ, ബ്രദറൻ, എല്ലാ ജട്ടിമാരോടും ഞാൻ ചോദിക്കുക, എപ്പോഴായി വെള്ളം ഉണ്ടാക്കി? എന്താ വെള്ളത്തിന്റെ സൃഷ്ടിയ കാര്യം പറയും? ആദ്യം ദൈവം ആകാശ ഭൂമി ഉണ്ടാക്കി, സമയം കിട്ടിയപ്പോൾ വെള്ളം ഉണ്ടാക്കി എന്താ പറയാത്തെ? ഉടനെ വെള്ളത്തിന്റെ പുറത്ത് വന്ന് എന്താ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈബിളിനകത്ത് ഫുൾ ജെനസിസ് ടു റെവലേഷൻ പഠിക്കുമ്പോൾ വാട്ടർ റെപ്രസെന്റ്സ് നേഷൻസ്. വെള്ളങ്ങളുടെ മീതെ ഇരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു, അതിന്റെ അർത്ഥം അവൾ പച്ചവെള്ളത്തിന്റെ പുറത്ത് കയറി നിന്നാണ്. പക്ഷേ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ അത് ജനസമുദ്രത്തിന്റെ മീതെ ഇരിക്കുന്ന ഒരു സ്ത്രീ, ജെറൂഷലേം. അവൾ വലിയ ജാതികളുടെ നടുവിലാണ് താമസിക്കുന്നത്. അപ്പൊ ജാതികളായ നേഷൻസ്, ഞാൻ ജാതികൾ എന്ന് പറഞ്ഞ നമ്മുടെ ആളുകൾ പറയുന്ന രീതിയല്ല കേട്ടോ, നേഷൻസ്. മറ്റ് ദൈവത്തിന്റെ എപ്പോഴും മനസ്സിലാക്കണേ, നേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് കവനന്റില് ദൈവത്തിന്റെ ജനം ഇസ്രായേൽ, അവരാണ് ദൈവത്തിന്റെ ജനം, ദാറ്റ് നേഷൻ. ബാക്കി മുഴുവൻ നേഷൻസിനെയും അവർ വിളിക്കുന്ന വാട്ടേഴ്സ്, അവരെല്ലാം വെള്ളമാണ്, സമുദ്രം എന്ന് പറയും. ഇവരാണെങ്കിൽ കരഭൂമി, ഇസ്രായേൽ കരയിലും ബാക്കിയുള്ളവരെ കാണുന്നത് സമുദ്രമായിട്ട്. ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് യോജിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ലോജിക്ക് എന്തായാലും നിങ്ങൾ ഇവരുടെ മുമ്പിൽ വന്ന് ഫേസ് ചെയ്യുമ്പോൾ പറയുന്നതിനേക്കാളും മാന്യമായ മറുപടിയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എനിക്ക് വെള്ളം സൃഷ്ടിച്ചതിനെ കുറിച്ച് ടെൻഷൻ ഇല്ല, എപ്പോൾ ഉണ്ടായെന്ന് പറയേണ്ട ആവശ്യമില്ല. ടോണി സെബാസ്റ്റ്യനെ പോലെ ആൾ കളിയാക്കിയാൽ വെള്ളം പരിശുദ്ധമ ഓടിക്കളിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് അത് പരിഹാസം എന്ന് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് പരിഹസിക്കാം, കാരണം നമ്മൾ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് അങ്ങനെ. ഈ സമുദ്രത്തിന്റെ മീതെ പരിശുദ്ധ റൂഹ എന്ത് ചെയ്യാണ്? ദൈവത്തിന് ജനതയെ വേണം. അപ്പൊ ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരാൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആ ജനതയുടെ മീതെ ഹോളി ഗോസ്റ്റ് ആണ് വന്നിട്ട് വ്യക്തിക്ക് കൺവിക്ഷൻ കൊടുക്കുന്നത്, ലൈറ്റ് കൊടുക്കുന്നത്, പ്രകാശം കൊടുക്കുന്നത്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം. ഇനി ബാക്കി വെളിച്ചത്തെക്കുറിച്ച് അദ്ദേഹം എന്താ പറയുന്നത് നോക്കാം. ഇപ്പം പരിശുദ്ധാത്മാവ് താനെന്ന എന്ന് പറഞ്ഞ അവിടെ തത്തിക്കളിച്ചത് കഥയല്ലത്. ഫ്ലോട്ടിങ് ഇസ് നോട്ട്. മനസ്സിലാക്കി, ഈ പരിശുദ്ധ റൂഹായെ കൊണ്ടുവന്നപ്പോൾ തന്നെ മനസ്സിലാക്കണമായിരുന്നു, ഇത് ഫിസിക്കൽ ക്രിയേഷൻ അല്ല, ഇതൊരു സ്പിരിച്വൽ കാര്യമാണ്, ഇതൊരു ആത്മിക വിഷയമാണ്.
എന്റെ വീട്ടിൽ ഞാൻ ചോറുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് അവിയൽ ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റുമോ? പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ബോധം വരുത്തി എന്ന് പറഞ്ഞാൽ അത് സ്പിരിച്വൽ മാറ്റർ ആണ്. അപ്പൊ ഫിസിക്കൽ ക്രിയേഷൻ ഇസ് ഡിഫറെന്റ് ഫ്രോം സ്പിരിച്വൽ ക്രിയേഷൻ. പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ട് നോക്കിയാണ്. കാരണം ആകാശമില്ല, ഭൂമിയില്ല, ഇരിക്കാൻ ഒരു കസേരയില്ല, കിടന്നിറങ്ങാൻ ഒരു കട്ടിലില്ല, കത്തിച്ചു വളക്കാൻ ഒരു പാട്ടവിളക്ക് പോലും ഇല്ല, വായിക്കാൻ ഒരു കളിക്കൊടുക്ക് പോലും ഇല്ല. എന്റെ പൊന്നിയേട്ടായി, ശരിയാ. ആകാശവുമില്ല, ഭൂമിയില്ല, കട്ടിലുമില്ല, വായുവില്ല, തലയണയില്ല, പാട്ടവിളക്കുമില്ല, കളിക്കുടുക്കയില്ല, ബാലരമയില്ല, ഒന്നുമില്ല. ആരാ ഇതൊക്കെ പറഞ്ഞത്? നിങ്ങളെ പഠിപ്പിച്ചത് തെറ്റിപ്പോയി, സോറി. വേദോസം അങ്ങനെ പറയുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിന് മുമ്പ് തന്നെ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടു. ഭൂമി സൃഷ്ടിക്കപ്പെട്ടു, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു, സമുദ്രം സൃഷ്ടിക്കപ്പെട്ടു, സകലവിധ മനുഷ്യരും ക്രിയേഷൻസ് എല്ലാം ഉണ്ടായി. അതെങ്ങനെ ഉണ്ടായി എന്ന് പറയേണ്ട ആവശ്യം ദൈവത്തിനില്ല. ആദ്യം മനസ്സിലാക്കേണ്ട ദൈവം തമ്പുരാന്റെ ജോലി അതല്ല. ഇടയ്ക്കിടയ്ക്ക് ഞാനാണേ സൃഷ്ടിച്ചേ അതുകൊണ്ട് അത് ഞാനാണ് ഉണ്ടാക്കിയെന്ന് പറയേണ്ട പൊങ്ങച്ചക്കാരനല്ല ദൈവം. അതാണ് ഫെയ്ത്ത്. ഫെയ്ത്ത് ഡസന്റ് മീൻ ദാറ്റ് ബ്ലൈൻഡ്നെസ്, എന്തോ ഒന്നും കാണാത്ത കാര്യമൊന്നുമല്ല. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയാണ്, ദൈവത്തിനുള്ള ആശ്രയം. ഐ ബിലീവ് ഇൻ ഗോഡ്, ഐ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, ഐ ബിലീവ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, ഐ ബിലീവ് ഇൻ ദ ഹോളി സ്ക്രിപ്ചർ, ഐ ബിലീവ് ദാറ്റ് ഗോഡ് ക്രിയേറ്റഡ് എവറിത്തിങ് ഇൻ ദ world and universe. But here in the book of Genesis chapter 1 is not talking about the physical creation. Okay. എവിടെയായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് ഓടിക്കളിച്ചതെന്ന് അദ്ദേഹം പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി അവിടുന്ന് അരുളി ചെയ്തു, വെളിച്ചമുണ്ടാവട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്നും വേർതിരിച്ചു. ഇതെന്താ സംഭവം? നമ്മളിപ്പോൾ ഒരു ചായക്കടയിലോട്ട് ചെന്നിട്ട് ഒരു ചായ വരട്ടെ എന്ന് പറഞ്ഞാൽ ചായ വരും. ഇത് ഇവിടുന്ന് ശൂന്യതയിൽ നിന്ന് വരുവാണോ? അല്ല, നമ്മൾ പറയുന്നത് കേട്ട് ചായ അടിക്കുന്നതിന് അവിടെ ചായ എടുത്ത് സപ്ലൈർ അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവെക്കും. നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിൽ വാതിൽ തുറന്നകത്ത് കയറിയിട്ട് ചായ വരട്ടെ എന്ന് പറഞ്ഞാൽ ചായ വരുമോ? അവിടെ കൊണ്ടുവരാൻ ഒരു പൂച്ചക്കുഞ്ഞ് പോലും ഇല്ല. ഇവിടെ ദൈവം മാത്രമേ ഉള്ളൂ, ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോഴാണ് ദൈവം ആരോട് പറയുന്നത്, ഡേ ഒരു വെളിച്ചം കൊണ്ടുപാടേ എന്ന് പറയുന്നു. ഉടനെ വെളിച്ചം വരുന്നു. വെളിച്ചം കണ്ടുപാടെ സർവ്വജ്ഞാനിയുടെ കണ്ണ് തള്ളിപ്പോകുന്നു. ഇത്രയും നല്ലതായിരുന്നു വെളിച്ചം എന്നൊക്കെ അദ്ദേഹം ആലോചിക്കുന്നു. അതിനുശേഷമാണ് കോമഡി. അദ്ദേഹം വെളിച്ചത്തെ ഇരുളിൽ നിന്നും വേർതിരിക്കുന്നു. ഇതെന്താ സംഭവം? നമ്മൾ ഈ കുട്ടികളുടെ ഈ ഒട്ടിപ്പോസ്റ്റുകളുണ്ടല്ലേ, ഇതുപോലെ രണ്ടും കൂടെ പുള്ളി വലിച്ചു പൊളിച്ചെടുത്തു. വെളിച്ചം, ഇരുട്ട്. വെളിച്ചം വലിച്ച് ദൂരോട്ട് ഒറ്റ ഏറ് വെച്ച് കൊടുത്തു, ഇരുട്ടിനെ താഴോട്ടിട്ടു. അപ്പൊ ഇരുട്ട് താഴെ വന്ന് ഭൂമിയിലേക്ക് വീണു. അപ്പൊ അവിടെ എല്ലാം ഇരുട്ട് വ്യാപിച്ചു. അപ്പൊ സന്ധ്യ ആയപ്പം പുള്ളി എന്നാ ചെയ്തു? ഉളിയും കൊട്ടുപടിയും പെറുക്കി ബാഗിൻ്റെ അകത്ത് വെച്ചിട്ട് പുള്ളി പോയി. മതി, ഞാൻ ഉളിയും കൊട്ടുപടിയൊക്കെ പോകുന്നതിന് മുമ്പ് കാര്യം പറയാം. ശരിയാ, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഈ ഉണ്ടാകട്ടെ എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു. ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് ഇംഗ്ലീഷിൽ. പക്ഷേ യഹി ഊർ എന്ന വാക്കിന്റെ അർത്ഥം, യഹി ഊർ എന്ന വേർഡിന്റെ അർത്ഥം വെളിച്ചം വരാൻ ദൈവം ആഗ്രഹിച്ചു. നിങ്ങൾ അതിന്റെ ഹീബ്രു നോക്കി, ഗോഡ് വിഷസ് ദ ലൈറ്റ് ടു കം. ഇത് സ്പിരിച്വൽ ആണ്. അപ്പൊ ഈ എം എ വർഗീസ് അങ്കിൾ പറഞ്ഞതറിയുമോ? ദൈവം കൽപ്പിച്ചു. അപ്പം മെഷിയാക്കാക്കു എന്താ പറഞ്ഞെന്നാ? മെഷിയാക്കാക്കു പറഞ്ഞത് 3 വോയിസ് ആണ്, അതിന്റെ നടുക്കത്തെ വോയിസ്. ഇതെല്ലാം മെഷിയാക്കാക്കു അല്ല ബൈബിൾ സൃഷ്ടിച്ചത്. ഇവരെ പോലുള്ള ആളുകളാണ് ഇത് മുഴുവൻ നശിപ്പിച്ചത്. അപ്പം പെട്ടെന്നൊരു വെളിച്ചം വന്ന് ഏതോ ഗാലക്സിയിൽ നിന്ന് ഒരു വെളിച്ചം ഭൂമിയിൽ അടിച്ചു. ഒരു ഗാലക്സിയിൽ നിന്നും വെളിച്ചം അടിച്ച കാര്യമല്ലത്. ഇത് പറയുന്ന സമയത്ത് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം എല്ലാം ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന് താമസിക്കാൻ പറ്റിയ ഒരു അനുയോജ്യമായ ഭൂമിയില്ല. അപ്പൊ ദൈവത്തിനൊരു ഭൂമിയെ ക്രമപ്പെടുത്തണം, രൂപപ്പെടുത്തണം. ബാറ എന്ന വാക്കിന്റെ അർത്ഥം എന്താ പോലെ എബ്രായരോട് പോയി ചോദിക്കേണ്ട പൊന്നു പാസ്റ്റർമാരെ. ബാറ എന്ന വാക്കിന്റെ അർത്ഥം ഇറ്റ്സ് നോട്ട് എക്സ് നെഹലിയോ, ക്രിയേഷൻ ഫ്രം നത്തിങ് എന്നല്ല. ദൈവം തമ്പുരാൻ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് പറയുന്ന പേരെ ബാറ. അപ്പൊ ഇവിടെ വെളിച്ചം വരട്ടെ. എന്താ വെളിച്ചം? ബൈബിളിന്റെ വെളിച്ചം എന്താ? നമുക്ക് ആകെപ്പെടാൻ അറിയുന്നത് ഇരുട്ട്, വെളിച്ചം എന്ന് പറഞ്ഞാൽ, ഇരുട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് പോയി, വെളിച്ചം എന്ന് പറഞ്ഞാൽ കറണ്ട് വന്നു. അത്രേ അറിയത്തുള്ളൂ നമുക്ക്. പക്ഷെ ബൈബിളിൽ വെളിച്ചം, ഇരുട്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ആബ്സെൻസ് ഓഫ് ലൈറ്റ്. ഇരുട്ടെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആബ്സെൻസ് ഓഫ് ലൈറ്റ്. ഇരുട്ടെന്ന് പറഞ്ഞാൽ ദൈവത്തെ സംബന്ധിച്ച് വെളിച്ചമില്ലാത്ത, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടില്ലാത്ത ജനം എന്ന അർത്ഥം. അപ്പൊ ദൈവം പറഞ്ഞു വെളിച്ചം വരട്ടെ എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വരട്ടെ എന്നാണ്. എന്നിട്ട് ഈ അറിവ് വന്നപ്പോ ദൈവം അറിവുള്ളവരെയും അറിവില്ലാത്തവരെയും തമ്മിൽ വേർതിരിച്ചു. അതാ ഇരുട്ടും വെളിച്ചവും തമ്മിൽ വേർതിരിച്ചത്. ദൈവം ഇരുട്ടിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിച്ചു. ഇരുട്ടിന് രാത്രി എന്നും പകലിന് വെളിച്ചത്തിന് പകലെന്നും പേരിട്ടു. അപ്പൊ രാത്രിയിൽ ലൈറ്റ് എത്തിച്ചാൽ അത് പകലാവൂ? ആലോചിച്ച് നോക്ക്. രാത്രി നമ്മൾ വലിയ ഹൈമാക്സ് വലിയ ലൈറ്റ് ഉണ്ടല്ലോ ഇപ്പം. അപ്പം സ്റ്റേഡിയത്തിലൊക്കെ കണ്ടിട്ടില്ലേ? ആ ലൈറ്റ് അങ്ങോട്ട് കത്തിച്ചാണ് ലൈറ്റ്. അപ്പം രാത്രിയിൽ പകൽ വന്നു അങ്ങനെ പറയുമോ? വെളിച്ചത്തിന് പകലെന്ന് പേരിട്ടതല്ലേ?
അപ്പൊ ഇദ്ദേഹം പറഞ്ഞതിന് കാര്യമില്ല. ദൈവം തമ്മിൽ എന്ത് വലിച്ചു കീറി, എന്തോ പേപ്പർ വലിച്ചു കീറി വെളിച്ചത്തെടുത്ത് അങ്ങോട്ട് കളഞ്ഞു, ഇരുട്ടിന് താഴെ കളഞ്ഞു. അങ്ങനല്ല എൻ്റെ പൊന്നു ചേട്ടായി. ഇരുട്ടും വെളിച്ചവും എന്ന് ബൈബിളിൽ പറഞ്ഞ രണ്ട് കൂട്ടം ആളുകളാണ്. ഒന്ന് ദൈവത്തെ സംബന്ധിച്ച് വെളിപ്പാടുള്ളവരും ദൈവത്തെക്കുറിച്ച് വെളിപ്പാടില്ലാത്ത നിങ്ങളെപ്പോലുള്ള ആളുകൾ. അപ്പൊ നിങ്ങളെപ്പോലുള്ള ആളുകൾക്കിട്ട പേരാണ് ഇരുട്ട്. ദൈവത്തെ പോലുള്ള ആളുകൾക്ക്, ദൈവത്തെ അറിഞ്ഞ ആളുകൾക്കിട്ട പേരാണ് വെളിച്ചം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞത്, നമ്മൾ ഇരുട്ടിനുള്ളവരല്ല, നമ്മൾ വെളിച്ചത്തിനുള്ളവരെന്ന നിലയിൽ, പകലിനുള്ളവരെന്ന നിലയിൽ നടക്കണം. വി ആർ ദ പീപ്പിൾ ഓഫ് ദ ഡേ. പീപ്പിൾ ഓഫ് ദ ഡേ മീൻസ് പീപ്പിൾ ഹു നോസ് ഗോഡ്, ദ റെവലേഷൻ ഓഫ് ഗോഡ്. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചവന്റെ പേരാണ് പകൽ. ദൈവത്തെക്കുറിച്ച് വെളിപ്പാട് പ്രാപിക്കാത്തവന്റെ പേരാണ് ഇരുട്ട്. അപ്പൊ അൽക്കുടത്തോട്ടും പാസ്റ്റവും ടോമി സെബാസ്റ്റ്യനോട് നിൽക്കുമ്പോൾ ടോമി സെബാസ്റ്റ്യന് ഇരുട്ടും, ടോമി സെബാസ്റ്റ്യൻ ബൈബിൾ പേരിട്ടിരിക്കുന്നത് രാത്രി, അൽക്കുടത്തോട്ടും പാസ്റ്റർക്ക് ദൈവം ഇട്ടിരിക്കുന്ന പേര് പകൽ. അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനെ വേർതിരിക്കാൻ പറ്റൂ? ലോകത്ത് എവിടെയെങ്കിലും ഇരുട്ടിനെ വെളിച്ചം തമ്മിൽ വേർതിരിക്കാൻ പറ്റും? അക്ഷരികമായിട്ട് ഇമ്പോസിബിൾ ആണ്. ഇത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഇത് സയന്റിഫിക് ആണെന്ന് ലോകത്തിന് മുമ്പിൽ കൊടുക്കുമ്പോൾ അവർ കളിയാക്കുക. ഇരുട്ടിനെ വെളിച്ചം തമ്മിൽ എങ്ങനെ വേർതിരിക്കുന്നത്? ലൈറ്റ് ഇടുമ്പോൾ വെളിച്ചം വരും, ലൈറ്റ് പോകുമ്പോൾ ഇരുട്ട് വരും. ഇത് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? ഇറ്റ്സ് ഇമ്പോസിബിൾ. ഓൺലി ഇറ്റ് ക്യാൻ സെപ്പറേറ്റ് ത്രൂ ദ പീപ്പിൾ. ജനങ്ങളിലൂടെ മാത്രമേ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ബാക്കി അദ്ദേഹം സംസാരിക്കട്ടെ. എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. കാരണം ആകാശവും ഭൂമി ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഭൂമിയിൽ നിന്ന് പോയി എയറിലേക്കായിരിക്കും പോയത് എന്ന് ഞാൻ കരുതുന്നു. ഇന്നിപ്പോൾ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം ഭൂമിക്ക് മൊത്തത്തിൽ രാവിലെയെന്നോ ഉച്ചയെന്നോ വൈകുന്നേരം ഒന്നുമില്ല. അതൊക്കെ ഒരു ലോക്കലായിട്ടുള്ള അനുഭവമാണ്. ഇപ്പം നമ്മളിവിടെ ഉച്ച കഴിഞ്ഞായിരിക്കുന്ന സമയത്ത് യൂറോപ്പിൽ നേരം എടുത്ത് വന്നിട്ടേ ഉള്ളൂ. അമേരിക്കയിൽ നേരം എടുത്തിട്ടുകൂടിയില്ല. ഓസ്ട്രേലിയയിൽ അടുത്ത ദിവസം രാത്രി ആയിട്ടുണ്ട്. അപ്പം ഈ ഭൂമിയിൽ സന്ധ്യയായി എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ ഒരു പഞ്ചായത്തിന്റെ വാർഡിന്റെ വലിപ്പമുള്ള ഒരു പരന്ന ഭൂമി. കറക്റ്റ്. സന്ധ്യ ഉഷസ്സമായി 1-ാം ദിവസം എന്ന് പറയുമ്പോൾ തന്നെ ഒന്നാമത് തന്നെ സന്ധ്യ ഉഷസ്സാവണേ സൂര്യൻ വേണം. സൂര്യൻ അസ്തമിക്കുന്നതിനാണ് സന്ധ്യയെന്നും സൂര്യൻ ഉദിക്കുന്നതിനാണ് ഉഷസ്സെന്നും നമുക്കറിയാം. പക്ഷെ നമ്മുടെ ക്രിയേഷനിസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ IPS-കാരോട് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല, IAS-കാരോട്. അവർ പറയും അത് അങ്ങനെയാണ്, അത് യോമാണ്, അത് ഏതോ കാലഘട്ടമാണ്, ഓരോ ദിവസത്തിനും 2 ദിവസം തമ്മിൽ കോടാനുകൂടി വർഷങ്ങളുടെ. ചുമ്മാ കടന്ന് പിടയ്ക്കണ്ട. ഇതൊന്നും അല്ല ഇതിനകത്തർത്ഥം. ഇത് ഒരു ലോക്കൽ ഇവന്റ് ആണ്. പുള്ളി പറഞ്ഞ പോലെ തന്നെ സത്യം. ഇത് ഇസ്രായേൽ എന്ന് പറയുന്ന ലാൻഡാ. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം എന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും യൂണിവേഴ്സ്, കാരണം ഭൂമിയിൽ ഒരിടത്തും ഒരിക്കൽ സന്ധ്യ, ഒറ്റ സന്ധ്യ ഒറ്റ രാത്രിയല്ല. നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്, ഇപ്പോൾ US-ലൊക്കെ യാത്ര ചെയ്യുന്നവർക്കറിയാം, ഇടയ്ക്ക് ഇരുട്ട്, പിന്നെ പകല്, പിന്നെ ഇരുട്ട്, പിന്നെ പകല്, അങ്ങനെ രാത്രിയും പകലുമായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ യൂണിവേഴ്സൽ തിങ്, ഇറ്റ് ഈസ് എ ലോക്കൽ ഈവൻ. എററ്റ്സ് മീൻസ് ലാൻഡ്. ഏതോ ഒരു ലാൻഡുമായുള്ള ദൈവത്തിന്റെ ഇടപാടാണ് സന്ധ്യ ഉഷസ്സുമായ 1-ാം ദിവസം. ദൈവം തന്റെ ജനത്തെയും തന്നെ അറിയാത്ത ജനത്തെയും തമ്മിൽ വേർതിരിച്ചു എന്ന് പറഞ്ഞാൽ അവരെ കളഞ്ഞു എന്നല്ല. ഗോഡ് സെപ്പറേറ്റ് ദം. ഇരുട്ടനെയും വെളിച്ചെന്നും തമ്മിൽ വേർതിരിച്ചു. ഓക്കെ, ബാക്കി മനസ്സിലാക്കുക. അപ്പം ഇതൊരു ലോക്കൽ ഇവന്റ് ആണ്. അതുകൊണ്ട് ടോണി സെബാസ്റ്റ്യൻ പറഞ്ഞതിനകത്ത് കുറ്റമൊന്നുമില്ല. അദ്ദേഹത്തിനെ പഠിപ്പിച്ചതും അദ്ദേഹം കേട്ടതും അങ്ങനെയാണ്, അദ്ദേഹം വായിച്ചത് അങ്ങനെയാണ്. പക്ഷേ ഇതാണ് അതിന്റെ റിയാലിറ്റി. ഞാൻ വ്യാഖ്യാനിക്കുകയല്ല. ഞാൻ ബൈബിളിലെ പഴയ നിയമത്തിലെ കാര്യം പുതിയ നിയമത്തിൽ എടുത്ത് പറഞ്ഞു. നമ്മൾ പകലിനുള്ളവരാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പകൽ മാത്രം ജീവിക്കുന്നവർ രാത്രി ചത്തുപോകുന്നവരുന്നാണ്? അല്ല. പകലും രാത്രി എന്ന് പറഞ്ഞാൽ, ഇരുടും വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ജനവിഭാഗത്തെയാണ് ഇത് പറയുന്നത്. ഓക്കെ, ബാക്കി പറയാം. ആയിരിക്കാനേ വകുപ്പുള്ളൂ. എന്തായാലും അതോടുകൂടി അന്നത്തെ പണി നിർത്തി അദ്ദേഹം എങ്ങോട്ടോ പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ ദൈവം വന്ന് നോക്കുമ്പോൾ മൊത്തം വെള്ളമാണ്, കാല് കുത്താൻ ഇടയില്ല. പുള്ളി കുറെ പലകെ അർപ്പിച്ചു കൊണ്ടിട്ട് ഈ വെള്ളത്തിന്റെ നടുക്കൂടെ ഒരു തട്ടടിച്ചു, ഒരു വിധാനം സൃഷ്ടിച്ചു. എന്നിട്ട് ഈ തട്ടിനെ പൊടിച്ചു പൊക്കി മുകളിലോട്ട് അങ്ങ് നിർത്തി. ഇപ്പം തട്ടിന്റെ മുകളിൽ ഒരു വെള്ളം, താഴെ ഒരു വെള്ളം. വെള്ളത്തിൽ നിന്നും വേർതിരിച്ചു. താഴെയുള്ള വെള്ളത്തിന് അവിടുന്ന് കടൽ എന്ന് പേരിട്ടു, മുകളിലുള്ള വെള്ളത്തിന് ആകാശം എന്നും പേരിട്ടു. അപ്പൊ ഇന്നലെ ഒരു ആകാശം ഉണ്ടാക്കിയിരുന്നില്ല, അതിലേ പോയി അല്ലെ? ആദിയിൽ ദൈവം ആകാശം ഉണ്ടാക്കി, ഇതാ ഇപ്പൊ 2-ാം ദിവസം വേറൊരു ആകാശം ഉണ്ടാക്കി. അപ്പൊ ശരിക്കുള്ള ആകാശം അതാ ഇന്നലത്തെ ആകാശമാണോ ഇന്നത്തെ ആകാശമാണോ? ശരിയാ. പുള്ളി ചോദിക്കുന്ന കാര്യമായ ചോദ്യമാണേ. നമ്മുടെ ഉരുളണ്ട, ഒരു ഉരുളിച്ചയും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളം എന്ന് പറയുന്നത് ജനവിഭാഗമാണ്. ദൈവം ജനവിഭാഗത്തിൽ തന്നെ 2ആയിട്ട് തിരിച്ചു. ഒന്ന് റക്കിയായ്ക്ക് മുകളിലുള്ളത്. റക്കിയ എന്ന് പറഞ്ഞാൽ വിധാനം, ഫോർമമെന്റ്. റക്കിയായ്ക്ക് മുകളിലുള്ള വെള്ളവും റക്കിയ മീൻസ് 2 വിഭാഗങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഡിവിഷനാണ്, സെപ്പറേഷൻ. ഞാനതാ പറഞ്ഞത്, ഇത് ടെമ്പിൾ ലാംഗ്വേജ് ആണ്. നമ്മളിത് സൃഷ്ടിക്കാൻ പോയാൽ സമുദ്രത്തിലെ പകുതി വെള്ളം അങ്ങ് ആകാശത്തിന് മുകളിൽ ഇരിക്കുന്നു. അപ്പൊ പറയാം ആകാശത്ത് വെള്ളമുണ്ട്, മേഘങ്ങൾ. അങ്ങനെ അന്ന് സമുദ്രത്തിൽ അത്രയും വെള്ളം ആകാശത്തുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാം അത് അങ്ങനെയാന്ന്. വേണ്ട, കുഴങ്ങണ്ട. It is Rekia. Rekia means the people above Rekia and people below Rekia.
ഭൂമിയിൽ താഴെയുള്ളവരെ സമുദ്രം എന്ന് പറഞ്ഞാൽ എന്താ? ജനവിഭാഗ, നേഷൻസ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 21 പറഞ്ഞ പുതിയ ആകാശം പുതിയ ഭൂമി വേണ്ടു, സമുദ്രമില്ല. ഈ സമുദ്രമില്ല എന്ന് പറഞ്ഞ് വ്യാഖ്യാനം കേട്ടിട്ടുണ്ടോ നിങ്ങള്? ദൈവം പുത്തൻ ആകാശത്തെയും പുത്തൻ ഭൂമിയെയും സൃഷ്ടിക്കുമ്പോൾ അന്ന് അന്റാർട്ടിക്ക ഉണ്ടാകത്തില്ല, ആർട്ടിക് സമുദ്രം ഉണ്ടാകത്തില്ല, അറ്റ്ലാന്റിക് സമുദ്രം ഉണ്ടാകത്തില്ല, പസഫിക് സമുദ്രം ഉണ്ടാകത്തില്ല, ഇന്ത്യൻ മഹാസമുദ്രം ഉണ്ടാകത്തില്ല, എല്ലാം പറ്റിപ്പോകും. ഇങ്ങനെയാ പഠിപ്പിക്കുന്നത് ഈ സൃഷ്ടിവാദം പറയുന്ന മന്ദബുദ്ധികൾ. സമുദ്രം എന്താണെന്ന് ആദ്യം വേദോസത്തിൽ പോയി പഠിക്കേണ്ട പൊന്നു ചേട്ടായി. ഞാൻ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് ദയവായിട്ട് ക്ഷമിക്കണേ, എനിക്ക് വിഷമം കൊണ്ട്. കാരണം എൻ്റെ യേശുവിനെയും ഞാൻ പ്രസംഗിക്കുന്ന വചനത്തെയും ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തെയും ഒരുത്തൻ പരിഹസിക്കുമ്പോൾ എനിക്ക് അവനോട് ഇങ്ങനെ സ്തോത്രത്തിൽ മറുപടി പറയാൻ പറ്റില്ല. അപ്പം വെള്ളങ്ങളെ തമ്മിൽ വേർതിരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കൂടുതൽ ഇപ്പോൾ പറഞ്ഞില്ല. നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ മനസ്സിലാക്കി. ഇതൊരിക്കലും പച്ചവെള്ളത്തിൽ വേർതിരിച്ച്, കാരണം അയാൾ പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? വെള്ളത്തെയും തമ്മിൽ വേർതിരിച്ചു. ഒത്തിരി വെള്ളം കണ്ടു, കാലിലിട്ട സവലില്ലായിരുന്നു. ഇപ്പൊ വെള്ളത്തെയും വേർതിരിച്ചിട്ട് മേളത്തെ വെള്ളത്തിന് ദൈവം എന്ത് ചെയ്തു? ആകാശം എന്ന് പേരിട്ടു. ഹെവൻസ് എന്നാ എന്റെ അർത്ഥം. ഹെവൻലി പീപ്പിൾ ആൻഡ് എർത്ത്ലി പീപ്പിൾ. അതാ എന്റെ ട്രൂത്ത്. എന്ത് സിമ്പിളാണെന്നറിയോ വ്യാഖ്യാനിക്കല്ല, റിയാലിറ്റിയാ. ഹെവൻലി പീപ്പിൾ. അതുകൊണ്ടല്ലേ മോശ പറഞ്ഞില്ലേ, എന്റെ വാക്കുകൾ, നിങ്ങൾ ജസ്റ്റ് ഗോ ആൻഡ് റീഡ് ഡ്യൂട്ടറോണമി ചാപ്റ്റർ 32 എന്റെ വാക്കുകൾ മഴ പോലെ പൊഴിയുന്നു. ദാറ്റ് മീൻസ് എന്താ അർത്ഥം? മഴ എവിടുന്ന വരുന്നത്? റിക്കിയയിൽ നിന്ന്, മോളിൽ നിന്നാണ് വരുന്നത്. അപ്പം മോശ പറയാ എന്റെ വാക്കുകൾ മഴ പോലെ പൊഴിയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ മുകളിലാണ് അതിന്റെ അർത്ഥം. മോസസ്, ദ പ്രീസ്റ്റ്ഹുഡ്, the heavenly people, they were above the Rekia and all the others are below the Rekia. It is not talking about God is separating water from water. It's talking God is separating the people, heavenly people from the earthly people. ഇതാണ് അർത്ഥം. It is all about covenant. Okay, ബാക്കി പറ. ഈ കഥയൊക്കെ എവിടുന്ന വന്നതെന്ന് അറിയാമോ? അതായത് പഴയ മനുഷ്യരെ സംബന്ധിച്ച് മഴ പെയ്യുന്ന അവർക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. അവർ വിചാരിച്ചു മൂളി വെള്ളമാണ്, അത് താഴോട്ട് വരാതിരിക്കാനായിട്ട് അവിടെ ഒരു തട്ടടിച്ചിട്ടുണ്ടാവും. ആ തട്ടിന്റെ ഇടയിൽ കൂടെ ചോർന്ന് വരുന്ന വെള്ളമാണ് ഈ മഴയെന്നൊക്കെ സങ്കല്പിച്ചിരുന്നത്. ഇല്ല, അത് സത്യമാണ്. അങ്ങനെ തന്നെയാണ് ഇസ്രായേൽ യഹൂദന്മാർ വിശ്വസിച്ചത്. കാരണം മേളിൽ നിന്ന് വെള്ളം, അതുകൊണ്ടാണ് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് ഞാൻ മഴ പെയ്യുന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ശരിയാ, മേളി വെള്ളമുണ്ട്. മേളിൽ നമുക്കറിയാം, നീരാവി മേളിൽ പോയിട്ട് കനീഭവിച്ച് താഴെ മഴ പെയ്യുന്നു ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഉൽപ്പത്തി പുസ്തകം 2-ാം ദിവസത്തെ സൃഷ്ടിയുമായിട്ട് അതിന് ബന്ധമില്ല എന്ന് ഞാൻ സ്നേഹത്തോടെ എസിൻസ് അല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം. എന്നെ കേട്ടോണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക. ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് വാട്ടർ, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ പീപ്പിൾ. വാട്ടർ ഈസ് പീപ്പിൾ. ഇയാൾ ഇപ്പൊ പറയും ദുർവ്യാഖ്യാനം, എങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങ് ദുർവ്യാഖ്യാനം ചെയ്യും. ഇപ്പൊ ജോൺ ലോറൻസ് ദുർവ്യാഖ്യാനം ചെയ്യെങ്കിൽ ഇവിടുത്തെ പെന്തിക്കോസിലെ വലിയ തിയോളജിമാർ വന്ന് വ്യാഖ്യാനം ചെയ്യും. വെള്ളത്തെയും തമ്മിൽ വേർതിരിച്ചെങ്കിൽ മേളി ആകാശത്ത് വെള്ളമുണ്ടോ? നിങ്ങൾ പറഞ്ഞാൽ മതി. വേദവസം വായിക്കുമ്പോൾ യഹോവയായ ദൈവമേ നിന്റെ സിംഹാസനം വെള്ളത്തിന്മീതെ ഇരിക്കുന്ന, വിധാനത്തിന്മീതെ സിംഹാസനം. അതിന്റെ അർത്ഥം ദൈവം തമ്പുരാന്റെ സിംഹാസനം അങ്ങ് വെള്ളത്തിന്റെ പുറത്താന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ദൈവം ഏതെങ്കിലും വെള്ളത്തിന്റെ പുറത്താന്ന് ഇരിക്കുന്നത്. അപ്പൊ എന്നെ കുറ്റപ്പെടുത്തുന്ന ഏതെങ്കിലും ഉപദേശിമാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ആദ്യം ഇതിന് മറുപടി തന്നിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ മിണ്ടാതിരുന്ന് കേട്ടിട്ട് പൊക്കോണം. നിങ്ങൾ പോയി എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാത്ത ആ ടോണി സെബാസ്റ്റ്യനെതിരെ അദ്ദേഹത്തോട് സംസാരിക്കും, അതിന് മറുപടി പറയത്തില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇതൊന്നും നടക്കൂല. ഈ വിറയലൊക്കെ അങ്ങ് കൈവച്ചിരുന്നാൽ മതി. ഇവിടെ കൃത്യമായിട്ടാ കാര്യം പറഞ്ഞേ, വാട്ടർ എബവ് റെക്കിയ ആൻഡ് വാട്ടർ ബിലോ റെക്കിയ. അപ്പം താഴെയുള്ള വെള്ളത്തിന് സമുദ്രം എന്ന് പേരിട്ടു, മേളിലുള്ള വികാസത്തിന് ആകാശം എന്ന് പറയാം, ഷമായും എന്ന് പേരിട്ടു. എന്റെ അർത്ഥം എന്താ? പുള്ളി ചോദിച്ചു, ആദ്യം ആകാശം ഭൂമി സൃഷ്ടിച്ചു, പിന്നെ ഇപ്പൊ 2-ാമത്തെ ആകാശം എന്ന്. ശരിയാ, 1-ാമത്തെ ആകാശം ഞാൻ പറഞ്ഞു ഗോഡ് വസിക്കുന്ന സ്ഥലം, 2-ാമത്തെ ആകാശം അവന്റെ പുരോഹിതന്മാർ വസിക്കുന്ന സ്ഥലം. കേൾക്കുമ്പോൾ ചിരി വരുന്നില്ലേ? ചിരിക്കണ്ട, നേരെ പോയി ധൈര്യം ഉണ്ടെങ്കിൽ ആ മനുഷ്യനോട് സംസാരിക്കും. അദ്ദേഹം നിരീശ്വരവാദിയായിരിക്കുന്ന നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പൊട്ടത്തരങ്ങൾ, ഈ പൊട്ടത്തരമല്ല, എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പൊട്ടത്തരമായിട്ട് പഠിപ്പിച്ചതുകൊണ്ടാണ് അദ്ദേഹം നിരീശ്വരവാദിയായത്. അതിന് മറുപടി കൊടുക്കണം. ഒരു ഗോത്രകാല കഥയുടെ ബാക്കിയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വലിയ ആന്ത്രപ്പോളജി ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി 2-ാം ദിവസം കഴിഞ്ഞു, 3-ാം ദിവസം ദൈവം വന്നു. അന്നൊരു മൊത്തം വെള്ളമാണ്. പുള്ളി വെള്ളത്തിനടിയൊക്കെ നോക്കിയപ്പം കരയുണ്ട്. പുള്ളി വെള്ളത്തെ ഒരു സൈഡിലേക്ക് തള്ളി അങ്ങ് നീക്കി വെച്ചു. കരയല്ല, ഒരുമിച്ച് കൂട്ടി. പ്രത്യേകം ശ്രദ്ധിക്കണം, കര ഒരുമിച്ചാ കൂട്ടിയിരിക്കുന്നത്. ഭൂഖണ്ഡങ്ങളോ ദ്വീപുകളോ ഒന്നുമില്ല, കര ഒരുമിച്ച് ഒറ്റ കഷ്ണം. ഇതിന് കരയ്ക്ക് അദ്ദേഹം ഭൂമി എന്ന് പേരിട്ടു, മറ്റേതിന് കടൽ എന്ന് പേരിട്ടു. അപ്പൊ ഈ കടൽ ഭൂമിയിലല്ലേ ഉള്ളത്? നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോഴത്തേക്കും ഭൂമിയുടെ 70% കടലാണെന്നാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷെ ദൈവം പറയുന്നത് കടൽ അത് വേറെ സാധനം ഇല്ല. ഇതാണ് പ്രശ്നം, മനസ്സിലായത്? അദ്ദേഹം വളരെ പരിഹാസത്തോട് പറയുകയാണ്, ദൈവം കരയും കടലേയും തമ്മിൽ വേർതിരിച്ചു. കര, കടൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തന്നെ തുടങ്ങുമ്പോൾ പറഞ്ഞു, ജെന്റൈൽസ് ആൻഡ് കവനന്റ് പീപ്പിൾ. ഈ കവനന്റ് പീപ്പിളിനാണ് കര എന്ന് പറഞ്ഞത്, ലാൻഡ്, പീപ്പിൾ ഓഫ് ദ ലാൻഡ് ആൻഡ് പീപ്പിൾ ഓഫ് ദ സീ. ഇത് നമ്മൾ ബൈബിൾ ഫുൾ കാണാൻ പറ്റും.
സമുദ്രത്തിൽ നിന്നൊരു മൃഗം കയറി വരുന്നത് ഞാൻ കണ്ടു. ദാനിയേൽ പ്രവചനം 17 കാണാം, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 13 കാണാൻ പറ്റും. എംപയർ, എ ബീസ്റ്റ് ഫ്രം ദ ലാൻഡ്, എ ബീസ്റ്റ് ഫ്രം ദ സീ. ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ലാൻഡ് ഈസ് ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് ദ കവനന്റ് ലാൻഡ്, പ്രോമിസ് ലാൻഡ്. ഇറ്റ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് അന്റാർട്ടിക്ക, ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, കാനഡ, ഇതൊന്നുമല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പ്രോമിസ് ലാൻഡ്. എൻ്റെ പ്രിയപ്പെട്ട ടോണി സെബാസ്റ്റ്യൻ ബ്രദറെ, നിങ്ങളെ ആരോ തെറ്റുപഠിപ്പിച്ചാണ്, ഞാൻ നിങ്ങളോട് മാപ്പ് പറയും. ഇത് അങ്ങനെയല്ല, ബൈബിൾ അങ്ങനെയല്ല. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഒരു ഉടമ്പടിയുടെ നറേഷനാണ്. 3-ാം ദിവസം എന്ത് ചെയ്തു? ദൈവം വെള്ളങ്ങളെയും എന്ന് പറഞ്ഞ 2 വിഭാഗം, താഴെയുള്ള ജനം, മേലുള്ള ജനം. പറഞ്ഞ പൗരോഹിത്യം, പ്രീസ്റ്റ്ഹുഡാണ്, സാമാന്യ ജനം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? കരയും കടലിനെയും, അതായത് നേഷൻസിനെയും ഇസ്രായേലിനെയും തമ്മിൽ വേർതിരിച്ചു. ഇത് 3 ദിവസത്തെ സൃഷ്ടി എപ്പോഴും സെപ്പറേഷനാണ്. ലാൻഡ് ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിക്കുന്നു, വെള്ളത്തെയും തമ്മിൽ വേർതിരിക്കുന്നു, കരയും കടലിനെയും തമ്മിൽ വേർതിരിക്കും. ഈ 3 ദിവസം സെപ്പറേഷനാണ്. ഗോഡ് ഈസ് സെപ്പറേറ്റിംഗ് ദ പീപ്പിൾ ഫ്രം അതേഴ്സ്. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം എന്നുള്ള നിലയിൽ ജനത്തെയും മറ്റിതര ആളുകളെയും തമ്മിൽ വേർതിരിക്കുക. ഇനി ബാക്കി അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കട്ടെ. ഇത് ഭൂമി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഭൂമി കിട്ടിയപ്പം ദൈവം എന്ത് ചെയ്തു? കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അവിടെ മുഴുവൻ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നട്ടു. ഏത് പഴം പച്ചക്കറികളായിരിക്കും അവ നട്ടത്? കാരണം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പഴം പച്ചക്കറികളിൽ ഒരു 99% ഭാഗവും ഈ അടുത്ത കാലത്ത് മനുഷ്യൻ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ വഴിയും ഹൈബ്രിഡൈസേഷൻ വഴിയും ജീൻ ഈ പറഞ്ഞ സാധനമൊക്കെ കൈവച്ചിരുന്നാൽ മതി. ഇന്ന് കാണുന്ന ഹൈബ്രിഡ് ഒക്കെ വന്നത് ഇത്ര കാലേ ഉള്ളൂ. ഭൂമി ഉണ്ടായപ്പോൾ മുതൽ ഇഷ്ടംപോലെ ചെടികളും പച്ചക്കറികളൊക്കെ ഉണ്ട് എൻ്റെ പൊന്നുചേട്ടായി. ഇന്നത്തെ വഴുതനയും ഉണ്ടാക്കിയ കഥയല്ല പറഞ്ഞത്. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം ഉണ്ടാക്കിയതാ. അത് അങ്ങ് പോക്കറ്റിൽ മടക്കി വെച്ചാൽ മതി. ഞങ്ങളാരും ഇന്നത്തെ നീളം കൂടിയ വഴുതനയുടെ കാര്യം പറഞ്ഞു, ഞങ്ങൾ ചെറിയ വഴുതനങ്ങളുടെ കാര്യം പറഞ്ഞു. ഓക്കെ, പരിഹസിക്കുന്നതിന് ഒരു പരിധിയുണ്ട് കേട്ടോ. വഴിയുമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ ഒരു പഴം പച്ചക്കറി മാർക്കറ്റിലേക്ക് ദൈവം വന്നാൽ ചോദിക്കും, ഇതൊക്കെ എന്താ സാധനം, ഞാൻ കണ്ടിട്ടും കൂടെ ഇല്ലെന്നോ എന്നായിരിക്കും പറയാൻ പോകുന്നത്. എന്താ മനുഷ്യൻ? ഞാനൊരു കാര്യം ഇദ്ദേഹത്തോട് ചോദിക്കുക, ദൈവം സൃഷ്ടിച്ചല്ലാതെ എന്തെങ്കിലും പുതിയത് സൃഷ്ടിച്ചിട്ടുണ്ടോ? വലുപ്പവും ചെറുപ്പവും കൂടി ചെറിയ ഏത്തക്ക വലിയ ഏത്തക്കയാക്കി, ചെറിയ വഴുതനങ്ങ വലിയ വഴുതനങ്ങയാക്കി, ചെറിയ കത്രിക്ക വലിയ കത്രിക്ക, അല്ലാതെ പുതിയൊരു കത്രിക്ക ഈ ശാസ്ത്രലോകം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. ടിഷ്യൂ കൾച്ചർ എവിടുന്ന് വന്നു? ആകാശത്തുനിന്ന് വന്നു. നിങ്ങൾ ഉള്ളതിനെ എടുത്ത് വലുതാക്കിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കമന്റ് ഒന്നും വേണ്ട. ഓക്കെ, ഞാനിത് ഡിബേറ്റർ അല്ലാത്തതുകൊണ്ട് എനിക്കതിന് മറുപടി കൊടുത്തേ പറ്റൂ. അതിനുശേഷം 4-ാം ദിവസം ദൈവം ഇങ്ങോട്ട് വരിക. ദൈവം വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഇരുട്ട്. അപ്പം ദൈവം വിചാരിച്ചു, എന്നാ വെളിച്ചമുണ്ടാക്കിയാന്ന് വിചാരിച്ചു 2 മഹാദീപങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കി. 2 വിളക്ക്, പകലിനെ വാഴാൻ വലിയ വിളക്ക്, രാത്രി വാഴാൻ ചെറിയ വിളക്ക്. ആ വലിയ വിളക്ക് സൂര്യനാണെന്ന് നമുക്കറിയാം. ഈ ചെറിയ വിളക്ക് ഏതാണാവോ? അതെനിക്ക് മനസ്സിലാകുന്നില്ല. ചന്ദ്രനാണോ? ചന്ദ്രൻ ഒരു പ്രകാശഗോളമല്ല എന്ന് ഇന്നിപ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. ഇനി ചന്ദ്രന്റെ റിഫ്ലക്ഷനെ കൂടിയാണ് നിങ്ങൾ ഉൾപ്പെടുത്തുന്നതെങ്കിൽ അതിനെ കഴിഞ്ഞും വലിയ റിഫ്ലക്ഷനാണ് ഭൂമിക്കുള്ളത്. ഭൂമിയെ കൂടി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം. ബുധനും ശുക്രനും വ്യാഴവും ശനിയും എല്ലാം പ്രകാശഗോളങ്ങളാണ് എന്ന് പറയണം. ഇനി അതിനെ കഴിഞ്ഞൊക്കെ രസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ അതിനുശേഷം അവിടുന്ന് നക്ഷത്രങ്ങളെ കൂടി സൃഷ്ടിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം നക്ഷത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് ഞാൻ ഇതിൻ്റെ ഒരു കൊച്ചു മറുപടി തരാം. സൂര്യൻ ചന്ദ്രൻ നക്ഷത്രം 4-ാം ദിവസം. ഇത് ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ നമ്മൾ ഈ കാണുന്ന അക്ഷരിക സൂര്യനെ കുറിച്ചല്ല. സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഉൽപ്പത്തി ദിവസം 37 വായിച്ചാൽ മനസ്സിലാക്കും. യോസഫ് കണ്ട സ്വപ്നത്തിൽ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങൾ തന്നെ നമസ്കരിക്കുന്നതിന് അർത്ഥം ഈ ആൽഫ സെഞ്ചുറിയെ വന്നിട്ട്, ആൽഫ സെഞ്ചുറി എന്ന് പറഞ്ഞ നക്ഷത്രം വന്നിട്ട് ജോസഫിനെ നമസ്കരിക്കുന്ന കാര്യമല്ല. അതിന് വ്യാഖ്യാനം അയാളുടെ അപ്പം കൊടുത്തു. ഞാനും എൻ്റെ അമ്മയും നിന്റെ സഹോദരങ്ങളും നിന്നെ നമസ്കരിക്കും. അതിനർത്ഥം ഇസ്രായേൽ ഗ്രഹത്തെക്കുറിച്ചുള്ള ബൈബിളിന്റെ നറേഷനാണ് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രം. ഇത് മനസ്സിലാക്കാതെ ഇത് അക്ഷരിക സൂര്യനാണെന്നും അക്ഷരിക ചന്ദ്രനാണെന്നും ഒക്കെ പഠിപ്പിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടോണി സെബാസ്റ്റ്യൻ ബ്രദറിനോട് ക്ഷമിക്കുക. അത് അവന്മാരുടെ ബുദ്ധിഹീനതയാണ്. ഇതാണ് റിയാലിറ്റി. ഓക്കെ, ബാക്കി നിങ്ങൾ പറഞ്ഞു. ഭൂമിയുടെ 15 ലക്ഷം മടങ്ങുണ്ട് സൂര്യൻ നക്ഷത്ര സമൂഹത്തിലെ സാമാന്യം ഒരു ചെറിയ നക്ഷത്രമാണ്. അതിന്റെ കോടിക്കണക്കിന് വലിപ്പമുണ്ട് നക്ഷത്രങ്ങൾക്ക്. ആ നക്ഷത്രങ്ങളാണ്, കോടിക്കണക്കിന് വലിപ്പമുള്ള നക്ഷത്രമാണ് ബ്ലും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പുഴയെ വന്ന് വീണു എന്ന് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. സോറി, അങ്ങനൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ അങ്ങനെ എഴുതി വെച്ചേക്ക്. ഇതെല്ലാം ഫിഗറേറ്റീവ്ലി, എന്തു പറയുന്നത്, ഫിഗറേറ്റീവ്ലി ആണോ, പാരബോളിക്കലി സംസാരിക്കുകയാണ്, ഉപമാലങ്കാരത്തിൽ സംസാരിക്കുന്നതാണ്, ഒരു നറേഷനാണ്, ഇമേജറി ആയിട്ട് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ നക്ഷത്രമൊന്നും വന്ന് ഭൂമി വീഴത്തൊന്നുമില്ല. നക്ഷത്രങ്ങൾ എന്തുവാ അത്തിപ്പഴം പോലെ താഴെ വീഴുന്നൊക്കെ നമ്മുടെ അന്ത്യകാല ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അയവർക്ക് വിവരമില്ലാഞ്ഞുകൊണ്ടാണ്. അത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ലെന്ന് ഞാൻ ആദ്യം ഒന്ന് ഓർമ്മിപ്പിക്കാം. ഓക്കെ,
അതുപോലെ തന്നെ ഒരു പാമ്പ് അതിന്റെ വാല് കൊണ്ട് നക്ഷത്രങ്ങളെ മുഴുവൻ ചുഴറ്റിയെടുത്തിട്ട് ഒറ്റ ഏറ് വെച്ച് കൊടുത്തു എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതൊന്നും കേട്ടിട്ട് ചിരിക്കരുത്. ഇല്ല, ചിരിയില്ല, ഞങ്ങൾക്ക് ചിരിയില്ല. നിങ്ങൾ ചിരിച്ചു. നിങ്ങൾക്ക് എന്തെല്ലാം കാരണം ചിരിക്കുമ്പോൾ ഒരു പാമ്പ് വാല് ചുറ്റി നക്ഷത്രങ്ങളിൽ 3-1 എടുത്ത് എഴുതി പറഞ്ഞാൽ അത് വെളിപ്പാട് ദിവസം 12 ആ പാമ്പെന്ന് പറഞ്ഞാൽ ഓൾഡ് കവനന്റിലെ ജൂയിഷിന്റെ യഹൂദ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു. എപ്പോഴും ശ്രദ്ധിക്കണം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം കിങ്സ്, പ്രീസ്റ്റ് ആൻഡ് റൂളേഴ്സ് എന്നതിന്റെ അർത്ഥം. കിങ്സ്, പ്രീസ്റ്റ്. കിങ്സ് എന്ന് പറഞ്ഞ രാജാക്കന്മാർ സൂര്യനായിട്ടും, പ്രീസ്റ്റിനെ ചന്ദ്രനായിട്ടും നക്ഷത്രങ്ങളെ റൂളേഴ്സ് ആയിട്ടാണ് പറയുന്നത്. അത് കവനന്റ് ഓർഡറാണ്. അപ്പൊ ഈ പാമ്പെന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ റൂളർ ഓഫ് ദ ഓൾഡ് കവനന്റ് സിസ്റ്റത്തിലെ ആള്. വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ കാണുന്ന 12 നക്ഷത്രമുണ്ട്, 12 ഗോത്രങ്ങളാണ്. അതിൽ 3-1 ചുരുട്ടി താഴെ ഇട്ടെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന അക്ഷരികമായ നക്ഷത്രത്തെ എടുത്ത് ഭൂമിയിൽ എറിഞ്ഞെന്നല്ല അർത്ഥം. ഈ ഉയർന്ന പദവിയിലിരുന്ന നക്ഷത്രങ്ങളായിരുന്ന ഉടമ്പടിയിലെ ജനതയിലെ 3-1 വശീകരിച്ച് അവരെ ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു പറഞ്ഞാൽ ആ പൊസിഷനിൽ തള്ളിക്കളഞ്ഞു ആര്? ഈ ഹൈപ്രീസ്റ്റ് എന്ന് പറയുന്ന മഹാപാമ്പ്, അവിടുത്തെ ജൂയിഷ് റിലീജിയസ് ഓർഡർ. ഇതാണ് അതിനർത്ഥം. അല്ല കിടന്ന് നമ്മൾ പറയുന്നതിൽ വാല ചുരുട്ടി എറിയുന്നതല്ല. ഇതിന്റെ വ്യാഖ്യാന ഫാക്ടറി പുറകെ വരുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാനുള്ളതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ല, ഇത് വ്യാഖ്യാനമല്ല പറയാം, ഇത് റിയാലിറ്റിയാണ്. ഇതാണ് സംഭവിച്ചത്, ഒറിജിനലി ഇത് സംഭവിച്ചത്. കാരണം ഇസ്രായേലിലെ 3-1 സമൂഹത്തെ, അന്നത്തെ മതപൗരോഹിത്യ ബന്ധം ആളുകൾ എന്ത് ചെയ്തു? അവരെ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. അവർക്ക് നാശത്തിലേക്ക് വന്നു. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ 12 എന്ന് ഞാൻ പറയുന്നത്. വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം മഹാസർപ്പം ആരാണെന്നും എന്താണ് നക്ഷത്രം എന്നൊക്കെ ബൈബിളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് വ്യാഖ്യാനിക്കുന്നവർ വ്യാഖ്യാനിച്ചോട്ടെ, പക്ഷെ ഇത് റിയാലിറ്റിയാണ്. മിക്കവാറും ഇവർ പറയാൻ പോകുന്നത് എന്താണെന്നറിയാവോ? ഇവർ പറയാൻ പോകുന്നത്, ഇപ്പൊ ഇസ്ലാമിസ്റ്റുകളാണ്, അവർ പറയും ഖുർആൻ എഴുതിയിരിക്കുന്നത് അറബിയിലാണ്, അതുകൊണ്ട് അറബി പഠിച്ചാൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ എന്നായിരിക്കും. വല്ല സ്വാമിമാരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും വേദങ്ങൾ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് സംസ്കൃതത്തിലാണ്, അതുകൊണ്ട് നിങ്ങൾ സംസ്കൃതം പഠിച്ചാലേ ശരിയാവുള്ളൂ. ഇവർ മിക്കവാറും പറയാൻ പോകുന്നത് പഴയ നിയമം എഴുതിയിരിക്കുന്നത് ഹീബ്രുവിലാണ്, അതുകൊണ്ട് ഹീബ്രു പഠിച്ചിട്ട് വരൂ. ഹീബ്രുവിന് 24 അക്ഷരങ്ങളുള്ള ഭാഷയാണ്. അത് ഇടത്തുനിന്ന് വലത്തോട്ടാണ് എഴുതുന്നത്, വലത്തുനിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത്. അത് വട്ടെഴുത്താണ്, ചുരുട്ടെഴുത്താണ്, അത് ഏങ്കോണിച്ച ഭാഷയാണ്. അതുകൊണ്ട് ഷമായീം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല. റക്കിയ എന്ന് പറഞ്ഞാലും പ്രകാശമല്ല. ആദ്യത്തെ ദിവസം ദൈവം പ്രകാശമുണ്ടാക്കിയെന്ന് എഴുതിയിട്ടുള്ളൂ. അതിന് പ്രത്യേകിച്ച് രൂപമൊന്നും ഉണ്ടായിരുന്നില്ല. 4-ാം ദിവസം സൂര്യൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ആദ്യത്തെ പ്രകാശത്തെ വലിച്ചൂരിയെടുത്ത് 2-ാമത്തെ പ്രകാശത്തിലേക്ക് കുറ്റുകയറ്റിയപ്പോഴാണ് സൂര്യന് പ്രകാശം ഉണ്ടായത്. ചന്ദ്രൻ ആദ്യകാലത്ത് പ്രകാശ സ്തംഭമായിരുന്നു, പിന്നെ അത് കെട്ടുപോയതാണ്. പിന്നെ 1, 2, 3 ദിവസങ്ങൾ എന്നിങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു മിനിറ്റ് ഇവിടെ. ഓക്കെ, ഇനി 6-ാം ദിവസം അവിടുന്ന് മനുഷ്യൻ ഇദ്ദേഹം ഈ പറഞ്ഞതിനെല്ലാം മറുപടി ഇവിടുത്തെ പെന്തിക്കോസിലെ വലിയ ബൈബിൾ സെമിനാരിയിലെ നമ്മുടെ ചേട്ടന്മാർ പറയട്ടെ. നിങ്ങൾ മറുപടി കൊടുക്ക്. നിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റൂല. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഉണ്ടാക്കി സ്തോത്രം ഹല്ലേലൂയ ഇതേ ഉള്ളൂ. മറുപടി കൊടുക്ക്. എബ്രായ ഭാഷയൊന്നും ഞാൻ പറയുന്നില്ല. വേദോസം പഠിക്കാൻ അറ്റ്ലീസ്റ്റ് ഓക്കെ, ഇതിന്റെ മൂലഭാഷ നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ ഇദ്ദേഹം പരിഹസിക്കുന്ന പോലെ അങ്ങനെയൊന്നും അല്ല. അങ്ങനെ കിടന്ന് തന്നെ പാടേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഞാൻ ഇത്ര നേരം നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇതാണ് ബൈബിൾ, ഇതാണ് റിയാലിറ്റി, ഇതാണ് ഉൽപ്പത്തി 1. ഓക്കെ, അദ്ദേഹം ഫൈനലൈസ് ചെയ്യുന്നു. ഞാനും എൻ്റെ വാക്കുകൾ അവസാനം സൃഷ്ടിച്ചു എന്നായിരിക്കണം. ആദ്യം ഉണ്ടാക്കിയ മനുഷ്യന്റെ പേരാണ് ആദം. ആദത്തിന് 930 വയസ്സായപ്പോൾ അവന് സേത്ത് എന്ന് പറയുന്ന മകനുണ്ടായി. സേത്തിന് 105 വയസ്സായപ്പോൾ ഏനോഷ് ഉണ്ടായി. ഇങ്ങനെ മൊത്തം കഥ എഴുതി വെച്ചിട്ടുണ്ട്. മൊത്തം യേശുക്രിസ്തു വരെ 4004 വർഷം, അതിനുശേഷം 2023 വർഷം. എനിക്ക് എൻ്റെ പ്രിയ സുഹൃത്തിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 6027 വർഷം എന്ന് പറയുന്ന കണക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആദം മുതൽ യേശുക്രിസ്തു വരെ 6000 വർഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള കാലഘട്ടം 6000 വർഷം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ആദം അല്ല ഭൂമിയിൽ ആദ്യത്തെ മനുഷ്യൻ. ഓക്കെ, അതുകൊണ്ട് ഈ ക്രിസ്ത്യാനികൾക്ക് നേരെ ഇങ്ങനെ വലിയ ചാട്ടവാറോട്ട് ഇനി വരണ്ട. ഇതുവരെ നിങ്ങൾ വന്നു, ഞങ്ങൾ സൃഷ്ടിവാദം വിശ്വസിക്കുന്നവരാണ്, പക്ഷേ യങ് ക്രിയേഷനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. വി ബിലീവ് ഇൻ ദ കവനന്റ് ക്രിയേഷൻ. ഇവിടുത്തെ നിരീശ്വരവാദികളോട് കൃത്യമായ നിലയിൽ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ മറുപടി തരാൻ ദൈവത്തിന്റെ കൃപയിൽ ഇന്ന് ഫുൾഫിൽഡ് എക്സ്കറ്റോളജി വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ടോണി സെബാസ്റ്റ്യൻ, സന്തോഷത്തോടെ പോവുക. യേശുക്രിസ്തു ആദമും തമ്മിലുള്ള കാലഘട്ടം എന്ന് പറയുന്നത് 4004 വർഷവും ആയിക്കോട്ടെ, ഇന്നൊക്കെ ഏകദേശം 6000 വർഷം എന്ന് പറയുന്നത് ഒൺലി കവനന്റ് പീരീഡ്. ദൈവവും
ആദമും തമ്മിൽ. ആദം വാസ് നോട്ട് ദ ഫസ്റ്റ് മാൻ. ആദം മുമ്പ്, കോടിക്കണക്കിന് വർഷം മുമ്പ് ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായിരുന്നു. ദൈവവും ആദമും തമ്മിലുള്ളത് ഉടമ്പടിയുടെ ബന്ധമാണ്. ആദമായിരുന്നു ദൈവത്തിന്റെ ആദ്യത്തെ മകൻ. ആദം ദൈവത്തിന്റെ മകൻ. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം. ഓക്കെ, ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുക. അദ്ദേഹം അങ്ങനെ പറഞ്ഞു അവസാനിപ്പിച്ചു. ഉണ്ടെങ്കിൽ അതൊന്ന് പറയണം, ഇല്ലെങ്കിൽ പറയണം ബൈബിൾ എഴുതിയിരിക്കുന്ന ഒരു പൊട്ടത്തരമാണ് എന്ന് പറയണം. ബൈബിൾ പൊട്ടത്തരമല്ല. ബൈബിൾ ദൈവത്തിന്റെ വചനമാണ്, ദൈവനിശ്വാസ്യമാണ്. ആത്മീകർക്ക് സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി ദൈവനിശ്വാസ്യമായി എഴുതപ്പെട്ടതാണ്, ആത്മീക വർധനയ്ക്ക് എഴുതപ്പെട്ടതാണ്. അത് ഞങ്ങൾ അതിൽ ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു. ടോണി സെബാസ്റ്റ്യനെയും അതിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. നിങ്ങളെ ആരെങ്കിലും തെറ്റുപിടിപ്പിച്ചെങ്കിൽ ആ ഉത്തരവാദികളെ ഓർത്ത് ഞങ്ങൾ നിങ്ങളോട് മാപ്പ് പറയുന്നു. സത്യത്തെ തിരിച്ചറിയുക, ജീവനുള്ള ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ആവശ്യപ്പെടുന്നു. ഗോഡ് ബ്ലസ് യു. ഞാൻ ആ ഭാഗം അവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ടല്ലോ, ദൈവത്തിനും വചനത്തിനും വിരുദ്ധമായിട്ട് അവർ സംസാരിക്കുക. അത് തെറ്റായിട്ട് ഞാൻ പറയത്തില്ല. കാരണം നമ്മൾ നമ്മുടെ സൺഡേ സ്കൂൾ, നമ്മുടെ ബൈബിൾ സെമിനാരികൾ പഠിപ്പിച്ച് വെച്ചേക്കുന്ന വിഡ്ഢിത്തരങ്ങളാണ്. ഇപ്പം നിങ്ങൾ ചോദിക്കും, ഇതെന്തുവാണ് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞത്? അതെ, ഞാനും ഇതുപോലെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. ടോണി സെബാസ്റ്റ്യൻ ലോകത്തെ ആദ്യത്തെ വ്യക്തിയല്ല. ഇതേ കാര്യം ധൈര്യത്തോടെ, യുക്തിയോടെ ചിന്തിക്കാൻ കഴിവുള്ള ധാരാളം ലക്ഷക്കണക്കിന് ആളുകൾ ക്രൈസ്തവ സമൂഹത്തിലുണ്ട്. പക്ഷെ അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്ത നിലയിൽ നമ്മുടെ സിസ്റ്റം ഒരു പരിധി വരെയാണ്. ആരെങ്കിലും പഠിക്കാൻ എഴുന്നേറ്റാൽ അവനെ നോക്കി കൊഞ്ഞണം കുത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ടോണി സെബാസ്റ്റ്യന് എനിക്ക് പറയാനുള്ള മറുപടി, താങ്കൾ പറയുന്ന പോലെ ഉൽപ്പത്തി 1 സൃഷ്ടിയുടെ അധ്യായം അല്ല. അത് ഉടമ്പടിയുടെ, സൃഷ്ടിയുടെ ഓർഡറാണ്. ആദ്യത്തെ 3 ദിവസം സെപ്പറേറ്റ് ചെയ്തു, അടുത്ത 3 ദിവസം ആ സെപ്പറേറ്റ് ചെയ്ത ഭാഗങ്ങളെ ഫില്ല് ചെയ്തു. ഇതാണ് 6-ാം ദിവസത്തെ സൃഷ്ടി. 7-ാം ദിവസം വിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ 6 ദിവസം കഴിയുമ്പോഴത്തേക്കും ദൈവത്തിന് പാർക്കാൻ പറ്റിയ ഒരു ടെമ്പിൾ ഓർഡർ അവിടെ ഉണ്ടായി. ഗോഡ് റെസ്റ്റഡ് ഇൻ ഹിസ് ടെമ്പിൾ. സോ ഇറ്റ് ഈസ് നോട്ട് all about the physical creation, it's all about the spiritual creation. May the Lord open your eyes to see the reality of the God's word. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. I bless Pastor Anil Koduthotam, I bless Tony Sebastian, I love them all. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Thank you. Bless you.